أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد جاءكم يوسف من قبل بالبينات فما زلتم في شك مما جاءكم به حتى إذا هلك قلتم لن يبعث الله من بعده رسولا كذلك يضل الله من هو مسرف مرتاب. الذين يجادلون في آيات الله بغير سلطان أتاهم كبر مقتا عند الله وعند الذين آمنوا كذلك يتبع الله على كل قلب متكبر جبار. وقال فرعون يا هامان ابن لي صرحا لعلي أبلغ أسباب السماوات فأطلع إلى إله موسى وإني لأظنه كاذبا. وكذلك زين لفرعون سوء عمله وصد عن السبيل وما كيد فرعون إلا في تباب. وقال الذي آمن يا قوم اتبعوني أهدكم سبيل الرشاد. يا قوم إنما هذه الحياة الدنيا متاع وإن الآخرة هي دار القرار. من عمل سيئة فلا يجزى إلا مثلها ومن عمل صالحا من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة يرزقون فيها بغير حساب. ولقد جاءكم يوسف من قبل بالبينات. വലഖദ് ജാഅക്കും നിങ്ങൾക്ക് വന്നിരിക്കുന്നു യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം മിൻ ഖബൽ ഇതിനു മുമ്പ് ബിൽ ബയ്യിനാത്ത് വ്യക്തമായ തെളിവുകളുമായി ഫമാ സിൽതും അപ്പോൾ നിങ്ങളായിക്കൊണ്ടിരുന്നു ഫീ ശക്കിൻ സംശയത്തിലായിക്കൊണ്ടിരുന്നു മിമ്മാ ജാഅക്കും ബിഹി നിങ്ങൾക്ക് കൊണ്ടുവന്ന കാര്യത്തിൽ നിങ്ങൾ സംശയത്തിലായിരുന്നു. ഹത്താ ഇദാ ഹലക അങ്ങനെ അദ്ദേഹം മരണമടഞ്ഞപ്പോൾ ഖുൽതും നിങ്ങൾ പറഞ്ഞു ലൻ യബഅസല്ലാഹു മിൻ ബഅദിഹി റസൂല ലൻ യബഅസല്ലാഹു അല്ലാഹു അയക്കുകയില്ല മിൻ ബഅദിഹി അദ്ദേഹത്തിന് ശേഷം റസൂല ഒരു റസൂലിനെയും ഒരു ദൂതനെയും അയക്കുകയില്ല. കദാലിക അപ്രകാരം തന്നെ യുളില്ലുല്ലാഹു മൻ ഹുവ മുസ്രിഫുൻ മുർതാബ്. കദാലിക അപ്രകാരം യുളില്ലുല്ലാഹു അല്ലാഹു വഴികേടിലാക്കുന്നതാണ് മൻ ഹുവ ഒരുത്തനെ മുസ്രിഫുൻ അതിരുകവിഞ്ഞവൻ മുർതാബ് സംശയാലുവായ. വലഖദ് ജാഅക്കും യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങളുടെ അടുക്കൽ വന്നു. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം മിസ്രിൽ നബിയായി എത്തി. അവിടുത്തെ അധികാരം ഉണ്ടായി. അങ്ങനെ അവിടുത്തെ നബിയുമായി. ആര്? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് എന്നൊക്കെ പറഞ്ഞല്ലോ. അധികാരവും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടി. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം മിസ്രിലെ നബിയായി. അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ രാജാധികാരത്തിലും അദ്ദേഹത്തിന്റെ നുബുവത്തിലും അവിടുത്തെ ആളുകൾ വിശ്വസിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതിന്റെ പിൻതലമുറക്കാരായിട്ടാണ് ആര് വരുന്നത്? ഫിറഔനും അവന്റെ ആൾക്കാരും. എവിടെ? മിസ്റിൽ തന്നെ. അതാണ് പറഞ്ഞത് ലഖദ് ജാഅക്കും യൂസുഫു മിൻ ഖബൽ ബിൽ ബയ്യിനാത്ത്. വ്യക്തമായ തെളിവുമായിട്ട് ആര് വന്നിട്ടുണ്ട്?
യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ടുണ്ട്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഒരു നബിന്റെ പാരമ്പര്യമുണ്ട്. പിന്നീട് ഒരു നബി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ നബി പറഞ്ഞോ ഈ നബി പറഞ്ഞോ ഒക്കെ ഒരേ കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ നബിനെ ഫോളോ ചെയ്യലും യാക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഉണ്ടോ ഇല്ലേ? നബി ഒന്ന് പറഞ്ഞു പോയതിന്റെ ബാക്കിയാണ് ആര് പറയുന്നത്? അടുത്ത നബി പറഞ്ഞത്. അല്ലാണ്ട് ഫോളോ അപ്പ് ഇല്ലാതൊന്നും ഒരു നബിയും വരുന്നില്ല. അങ്ങനത്തെ കുറച്ചൊന്ന് വടവൊക്കെ ഒന്ന് പൂർത്തിയാക്കി. അതുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. പക്ഷെ ആൾക്കാരെന്താ ചെയ്തത് പറഞ്ഞാൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നബിയെ അംഗീകരിക്കുകയും അതിന്റെ ബാക്കി ഫോളോ അപ്പ് ചെയ്യാനുള്ള ചിന്തയിലൊന്നും അല്ല ആരുള്ളത്. ഒരു നബി വരും, ആ നബീന്റെ കൂട്ടത്തിൽ കുറെ ആൾക്കാരുണ്ടാവും. ആ നബി പോയാൽ കുറെ ആൾക്കാർ പിന്നീട് വേറെ അവസ്ഥകളിലേക്ക് നീങ്ങും. അത് നമ്മളെ നാട്ടിലൊക്കെ ധാരണ കാണലില്ല. ഒരാളുണ്ടെങ്കിൽ അയാളെ കൂടെ ഉണ്ടാവും, അയാൾ പോയാൽ പിന്നെ ആ അവസ്ഥയിൽ പോയിട്ടുണ്ടാവും. അത് നമ്മളെപ്പോഴും ഇങ്ങനെ കാണുന്നതാണ്. നമുക്ക് വലിയ അത്ഭുതം കൂടാനുള്ളതൊന്നുമല്ല. ഓരോ നേതാക്കന്മാരെ കൂട്ടത്തിന് കുറെ ആൾക്കാരുണ്ടാവും. ആ നേതാവ് പോയാൽ ആ സംഗതിയൊക്കെ പോവും. പിന്നെ കേട്ടില്ലേ നിങ്ങൾ ഓരോ സംഗതികൾ? അത് ഓരോരുത്തരോടുള്ള. അതേപോലെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അധികാരമുണ്ട്, പിന്നെ നബിയുമാണ്. അങ്ങനെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇതാ എല്ലാ നബിമാർക്ക് സംഭവിച്ചതാണ്. നബിമാരുണ്ടാവും, എല്ലാവരും ഉഷാറാണ്. നബിമാർ പോയാൽ പിന്നീട് ആ കാര്യങ്ങളിലൊക്കെ ആളുകൾ ബാക്കോട്ട് പോകും. ഇത് സ്വാഭാവികമാണ്. വ്യക്തമായ ദൃഷ്ടാന്തം വെച്ചാണ് യൂസുഫ് അലൈഹിസ്സലാം വന്നത്. ഫമാസിൽത്തും, അപ്പം നിങ്ങളായിക്കൊണ്ടേയിരുന്നു. ഫീ ശക്കിൻ, എന്തിലായി? സംശയത്തിലായി. ശക്ക് എന്ന് പറഞ്ഞാൽ സംശയം. എല്ലാ കാര്യത്തിനും സംശയം എന്ന് പറഞ്ഞാൽ ഒരു വലിയ രോഗമാണ്. സംശയരോഗം എന്ന് പറഞ്ഞാൽ കേട്ടണോ? സംശയരോഗം ക്യാൻസറിനേക്കാളും വലിയ സാധനമാണ്. അത് നമ്മളെല്ലാവരും കാക്കട്ടെ, നമ്മളെ കുടുംബത്തിന് മക്കളെയൊക്കെ കാക്കട്ടെ. സംശയരോഗം എന്ന് പറഞ്ഞാൽ ക്യാൻസറിനേക്കാൾ വലുതാണ്. ക്യാൻസർ ഉണ്ടായ വല്ല കീമ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും. എന്തെങ്കിലും മരിച്ചെങ്കിലും പോവും. കുടുങ്ങിയാൽ, സംശയം കുടുങ്ങിയാൽ ജീവിതം തീർന്ന്. ഭർത്താവിന് സംശയ പെണ്ണിന്റെ ജീവിതം കഴിഞ്ഞ്, ഭാര്യയ്ക്ക് സംശയ ഭർത്താവിന്റെ ജീവിതം ശക്ക്. അതിനാണ് ശക്ക്. ചെക്കല്ല, എന്താണ് ശക്ക്? ഈ ശക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കാവലിനെ ചോദിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ്ശിർക്കി വമിനശ്ശക്കി എന്ന് പറയുന്നത്. സംശയം ഉണ്ടാകുക അള്ളാഹുവിന്റെ കാര്യത്തിലും ദീന്റെ കാര്യത്തിലൊക്കെ. എന്തുണ്ടാകുക? നീ നിരീശ്വരവാദികളൊക്കെ ചെയ്തുണ്ടാക്കുന്ന ഒറ്റ കാര്യമാണ് എന്ത്? സംശയം ഇട്ട് കൊടുക്കുക. ഓരേലൊന്നും ഉത്തരമൊന്നുമില്ല. ഓലെന്ത് ചെയ്യാണ്? സംശയം ഇട്ട് കൊടുക്കുക. സംശയം ആർക്കും ഇട്ട് കൊടുക്കുക. പിന്നെ ആ സംശയത്തിന്റെ ബാക്കിൽ കൂടി, പിന്നെ അതിന്റെ ബാക്കിൽ പോയി, പിന്നെ അവന് പിടുത്തം കിട്ടാത്ത കുറെ സ്ഥലത്തെത്തും. ആര്? പിന്നെ ലാസ്റ്റ് അവന് വന്നോടത്തും ഉണ്ടാവില്ല, പോയോടത്തും ഉണ്ടാവില്ല, അവിടേക്കും എത്തൂല. അവന് അതിലെത്തുമ്പോഴും അവൻ കുറെ സംശയം തുടങ്ങും. അതുകൊണ്ട് ശക്ക് അത് വലിയൊരു രോഗമാണ്. അല്ലാഹു തആല പറയാണ് ഫമാസിൽതും ഫീ ശക്കിൻ മിമ്മാ ജാഅകും ബി. നിങ്ങളടുക്കൽ കൊണ്ടുവന്നതിനെ നിങ്ങൾ എന്ത് ചെയ്തൊരു സംശയത്തിലായി. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതും നബിമാര് പറഞ്ഞതൊക്കെ പിന്നെ എന്തായാണ്? സംശയത്തിലായാണ്. അതോടുകൂടി പിന്നെ ആ മനുഷ്യന്റെ ജീവിതം കഴിഞ്ഞു, കഥ കഴിഞ്ഞു. ദീനിൽ സംശയം തുടങ്ങി, ഖുർആനിൽ സംശയം തുടങ്ങി, ഹദീസിൽ സംശയം തുടങ്ങി. അതോടുകൂടി അവന്റെ ജീവിതം തീർന്നു എന്ന് വിചാരിച്ചാൽ മതി, വേറൊന്നും വിചാരിക്കണ്ട. നമ്മുടെ കൊണ്ട് ദുനിയാവ് സുഖം ഉണ്ടാവും. ദുനിയാവിലും അവനെന്തുണ്ടാവില്ല, ഒരു സുഖം ഉണ്ടാവില്ല. നമ്മളൊരു ഭയങ്കര സുഖത്തിലാണ്, അവനിപ്പോ ഒന്നും നോക്കണ്ട, അവന് നിസ്കാരം ഇല്ല, അവൻ അങ്ങനെ കണ്ട പെണ്ണുങ്ങളെ കൂടെ ഒക്കെ നടക്കുക. അതൊക്കെ വെറുതെ ഇങ്ങനെ തോന്നുകയാണ്. ഒരു സുഖവും അവനക്ക് ഉണ്ടാവില്ല. കാരണം അള്ളാഹുവിന്റെ ഓർമ്മ എന്ന് പറഞ്ഞ സാധനം അവന്റെ ഹൃദയത്തിൽ നിന്ന് നീങ്ങളോട് കൂടി അത് വീറാനായി, അത് കാടായി, ഒരു വെളിച്ചില്ലാത്ത കാടുമായിട്ടുണ്ടാവും. എന്തൊക്കെയോ വന്ന് പുലമ്പണത് കേൾക്കാം നമുക്ക്. അതൊക്കെ എന്തൊക്കെയോ സംഗതികൾ പറയാന്. അവൻ സത്യത്തിൽ എന്താണ്? അവൻ വലിയ അസ്വസ്ഥതയിലായിട്ടുണ്ടാകുക. അതുകൊണ്ട് ശക്ക് അത് ഉണ്ടാക്കരുത് ആൾക്കാർക്ക്. വെറുതെ ചോദിച്ച് എന്ത് ചെയ്യരുത്? ശക്കിൽ എത്തും ചെയ്യരുത്. വെറുതെ ചോദിക്കുക. നമ്മളോട് ചിന്തിക്കാനൊക്കെ പറഞ്ഞു. ചിന്തിക്കലൊക്കെ ഭയങ്കര കാര്യമാണ്. പക്ഷെ ചിന്തയ്ക്ക് എൻഡിടാനും പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂൻ
വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഖുർആന്റെ ആയത്താണത്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപകലുകളുടെ മാറിമറച്ചിലും എന്തുണ്ട്? ആയാത്തിൽ ഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക് എന്തുണ്ട്? ദൃഷ്ടാന്തങ്ങളുണ്ട്. എങ്ങനെയുള്ള ആൾക്കാരാണ്? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ, അവരെ നിന്നുകൊണ്ട് അല്ലാഹുവിനെ ഓർമ്മിക്കും. ഖിയാമൻ വഖുഊദൻ, ഇരുന്നിട്ടും, വഅലാ ജുനൂബിഹിം, അവർ കിടന്നിട്ടും അവർ അല്ലാഹുവിനെ ഓർമ്മിക്കും. വയതഫക്കറൂൻ, അവർ ചിന്തിക്കുന്നവരാണ്. എന്തില്? ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ അവർ ചിന്തിക്കും. എന്നിട്ടോ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില, പടച്ചവനെ ഇതൊന്നും ഈ വൃഥാവിലായി സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, നീ പരിശുദ്ധവാനാണ്. ഫഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. പിന്നെ അതിന്റെ അറ്റത്തേക്ക് പോകാൻ ഉണ്ടാവില്ല. കാരണം പോയാൽ ഓൻ തിരിച്ചരാൻ കഴിയില്ല. വെള്ളത്തിൽ മുങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. യന്ത്രങ്ങൾ വെച്ച് മുങ്ങുന്ന ആൾക്കാർ വേറെ, അല്ലാതെ മുങ്ങുന്ന ആൾക്കാരുണ്ട്. എന്തെങ്കിലും ബോഡിയോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പോയാൽ കുളത്തിലൊക്കെ മുങ്ങുന്ന ആളുണ്ടാവും. ആ മുങ്ങുന്ന ആളുകൾക്ക് ഒരു സിസ്റ്റം ഉണ്ടാവും. അങ്ങോട്ട് എത്രയാണോ പോയത് അതേപോലെ തിരിച്ചു വരാനുള്ള ശ്വാസം കൂടി എന്ത് വേണം? കരുതല് വേണം. വേണ്ട പോയി അങ്ങോട്ട് എത്രയും പോവാ. പക്ഷെ ഇങ്ങോട്ട് പോരാൻ പിന്നെ എന്തുണ്ടാവില്ല? ശ്വാസം കിട്ടൂല. അങ്ങോട്ടുള്ള ശ്വാസം പോയി എടുത്ത് അങ്ങോട്ട് പോയാൽ പിന്നെ ഇങ്ങോട്ട് പോരാവുന്നുണ്ടാവില്ല, ആളും പൊന്തും. അപ്പൊ അതിനൊരു ലെവലുണ്ട്. ഇതേപോലെ ചിന്തകൾക്കും എന്തുണ്ട്? അങ്ങോട്ട് കഴിച്ചിട്ടാ പോരാ. അതിനൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടും പോരാനുള്ള സാധനം അതിലുണ്ടാവണം. അത്രേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ആകാശത്തിന്റെ ചിന്തകള്, അതിന്റെ അവസ്ഥകളൊക്കെ ഒന്ന് സയന്റിസ്റ്റുകളൊക്കെ എവിടെക്കോ ചിന്തിച്ച് എവിടെക്കോ എത്തിയിട്ടുണ്ട്. ആകാശത്ത് എന്തൊക്കെയോ സംഭവ വികാസങ്ങൾ നടക്കുന്നത്. നമ്മൾ ആകാശം നിന്നിങ്ങനെ നിൽക്കാണ്. നമ്മൾ ഈ പറഞ്ഞ ഈ മേഘത്തിനാണ് എന്ത് പറയുന്നത്? ഫ്ലൈറ്റ് പോണ ആൾക്കറിയാം, കുറച്ചേരം കഴിഞ്ഞാൽ അവിടെ പൊന്തും. അപ്പൊ അതിന്റെ അടിയിൽ നമുക്ക് പിന്നെ അടിയിലൊന്നും കാണും. നമ്മളെന്തിന്റെ മുകളിലുള്ളത്? ആ മേഘത്തിന്റെ മുകളിൽ ഒരു പോകമായിട്ടുള്ള അതിന്റെ മുകളിൽ. അതിനപ്പോ നമ്മൾ ഈ ആകാശം എന്ന് പറയുവായി. നമ്മളാകാശം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതിനാണ്. ആകാശമൊക്കെ എത്രയോ അതിന്റെ മുകളിലാണ്. അവിടെ എന്തൊക്കെയോ സംഭവ വികാസങ്ങൾ ഡെയിലി നടക്കുന്നുണ്ട്. എത്രയോ നക്ഷത്ര ഗാലക്സികളുണ്ട്. നക്ഷത്രങ്ങളിൽ പോലെ ചെറിയ നക്ഷത്രമാണ് പോലും എന്ത്? സൂര്യനിൽ തന്നെ 12 ലക്ഷം ഭൂമിയൊക്കെ അടങ്ങും. 12 ഭൂമിയല്ല, പിന്നെന്താണ്? 12 ലക്ഷം ഭൂമി ഈ സൂര്യനിൽ വെക്കാൻ പറ്റുന്നു. അതാണല്ലോ ഏറ്റവും ചെറുത്. ബാക്കിയൊക്കെ അതിനേക്കാളും വലുതാണ്. നക്ഷത്രങ്ങളൊക്കെ വരും വലുപ്പമുള്ളതാണ്. അത് നക്ഷത്രങ്ങളും മൊത്തം കൂടിയ ഗാലക്സികൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഗാലക്സികൾ സഞ്ചരിക്കുന്നുണ്ട്. അത് ഒരു തരം ബ്ലാക്ക് ഹോൾ ഉണ്ട്. അങ്ങനെ ആ ഗാലക്സി കൂട്ട് ഒന്നായിട്ട് ഏൽക്ക് പോവല്ലോ. ആ ബ്ലാക്ക് ഹോളിലേക്ക് പോകുന്നു. ഏറ്റവും ചെറുതപ്പോ ഏത്? സൂര്യന്. ഇതിൽ 12 ലക്ഷം. അപ്പൊ ആ ഗാലക്സി ഒക്കെ എത്ര വലുപ്പമുണ്ടാവും? അങ്ങനത്തെ കുറെ നക്ഷത്ര കൂട്ടങ്ങൾക്കാണ് ഗാലക്സി നടന്നത്. അത് ഈ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്കൊക്കെ പോകും. അത് എവിടുക്കാ പോണത്? പറയുവായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പോണെന്ന് വിളി കണ്ടിരുന്നല്ലോ. ഇനിയിപ്പോ എവിടെയാണ് എത്തുന്നത്, എന്താ ആകണത് ഒന്നും അറിയില്ല. അപ്പൊ അതിന്റെ ബാക്കിലൊക്കെ ഒരുത്താനായിട്ട് കൂടിയാല് ഓന്റെ തലച്ചോറ് എന്താവും? അത് കേടുവരും. അപ്പൊ അവിടൊക്കെ എത്തിയാല് പുറത്തം കിട്ടാത്തടത്ത് എത്തിയാൽ വേഗം എന്ത് ചെയ്യാ? ഇങ്ങോട്ട് തന്നെ പോരാ. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക, നീ പരിശുദ്ധവാനാണ് പടച്ചവനെ. ഫഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകത്തുനിന്ന് കാക്കണേ. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ചിന്തിക്കണം. ഒന്നും കുഴപ്പമില്ല. ചിന്തകളെ കൊണ്ടുപോയിട്ട് എന്താക്കരുത്? സംശയത്തിലാക്കി ആകെ പ്രയാസത്തിലാക്കരുത്. ചിലർ ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് ആകെ പുറത്തു വിട്ടുകളോ പോണത്. ഞാൻ നല്ലോ വായിക്കും എന്നൊക്കെ പറയും. അവനൊക്കെ നല്ലോ നോക്കും വേണം. വായനകൾ മനുഷ്യനെ കൊണ്ടുപോയിട്ട് നിരീശ്വരവാദത്തിൽ കൊണ്ടെത്തിക്കും. എന്തൊക്കെ വായിക്കണ്ടേ, എങ്ങനെയൊക്കെ വായിക്കണ്ടേ, അതിൻ്റെതായ ഒരു അവസ്ഥകളൊക്കെ ഉണ്ട്. വെറുതെ വായിച്ച് അറിവ് ശേഖരിച്ചു വെക്കാനാണ് നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. ഇൽമ് സത്യത്തിൽ എന്താണ്? അമലാണ്. അമൽ ചെയ്തുകൊണ്ടേ പോകുമ്പം ഇൽമ് തിന്നുകൊണ്ടേ ഇരിക്കും. ആര്? മൻ അമില ബിമാ അലിമ അല്ലമഹുല്ലാഹു മാലം യഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹദീസിന്റെ താല്പര്യം. മൻ അമില ബിമാ അലിമ, ആര് അറിഞ്ഞ കാര്യത്തെ എന്ത് ചെയ്തു? അമലാക്കിയോ. മൻ അമില ബിമാ അലിമ,
അല്ലമഹുല്ലാഹു മാ ലം യഅലം. അള്ളാഹു അവനെ അറിയാത്ത കാര്യങ്ങളെ അള്ളാഹിനെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ ഇൽമ് ഉണ്ടാവാനുള്ള എളുപ്പമായ വഴി എന്താണ്? അറിഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അനുസരിച്ച് അമൽ ചെയ്യാം. നമുക്കാണെങ്കിൽ ഇൽമ് അമൽ ചെയ്യാനല്ല ഇഷ്ടം, കുറെ എഴുതാന്, പിന്നെ കുറെ പ്രസംഗിക്കാന്, കുറെ പിന്നെന്ത് ചെയ്യാന്, മറ്റേ ഇതിലൊക്കെ ഇട്ടിട്ട് ഫേസ്ബുക്ക് എന്നാണ് അതിന് പേര് ഇട്ടിന്, അതിലൊക്കെ ഇട്ടിട്ട് അതിലൊക്കെ ഭയങ്കര ഫേസ്ബുക്ക് കുറിപ്പ്, അല്ലെങ്കിൽ അതിലിട്ടു, ഇൻസ്റ്റഗ്രാമിലിട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കട്ടിക്ക് ഇങ്ങനെ, അതൊക്കെ ഭയങ്കര സംഭവമില്ല. ഒന്നും ഒരു സംഭവമില്ല വൈ. ഇൽമ് എന്ന് പറഞ്ഞാൽ അമലാണ്. അമലുണ്ടായാൽ ബാക്കി എന്തുണ്ടാവും? അല്ലമഹുല്ലാഹു മാ ലം യഅലം. അവൻ അറിയാത്ത കാര്യം അല്ലാഹ് അവന് പഠിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് ഷെക്കിലെത്തരുത്. ഇന്ന് ഇവരെ ഏറ്റവും വലിയ പരിപാടി എന്താണ്? ഷെക്കിലെത്തിക്കലാണ്. നിരീശ്വരവാദികളൊക്കെ ആകെയുള്ള പണി കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് എന്താക്കുക? അവനെ സംശയത്തിലാക്കുക. അല്ലാഹു തആല പറയാണ്, ഫമാസിൽതും ഫീ ഷക്കിൻ, നിങ്ങൾ ഷക്കിലായി, സംശയത്തിലായി, മിമ്മാ ജാഅക്കും ബിഹി, നിങ്ങൾക്ക് കൊണ്ടുവന്നതിൽ. അങ്ങനെ ഏതുവരെത്തി? ഹത്താ ഇദാ ഹലക. ഹത്താ ഇദാ ഹലക എന്ന് പറഞ്ഞാൽ, ഹലക എന്ന് പറഞ്ഞാൽ ഹലാക്കാക, നശിക്കുക എന്നൊക്കെ. ഇവിടുത്തെ അർത്ഥം എന്താണ് പറഞ്ഞാൽ മരിക്കുക എന്നർത്ഥം. ഹത്താ ഇദാ ഹലക ഖുൽതും. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടപ്പോൾ, ഹലക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താ മരണപ്പെടുമ്പോൾ, ഖുൽതും നിങ്ങൾ പറഞ്ഞു, ലൻ യബ്അസല്ലാഹു മിൻ ബഅദിഹി റസൂലാ. ലൻ യബ്അസല്ലാഹു, അല്ലാഹു ഒരിക്കലും എന്ത് ചെയ്യൂല? അയക്കുകയില്ല. മിൻ ബഅദിഹി, യൂസുഫ് അലൈഹി സ്വലാമിന് ശേഷം റസൂലാ, ഒരു റസൂലിനെ എന്ത് ചെയ്യൂല? യൂസുഫ് നബിക്ക് ശേഷം അയക്കൂല എന്ന് പോലും പറഞ്ഞു. എന്നുവെച്ചാൽ ഒരു ആ കോളത്തിലാക്കി, ഇനി അങ്ങനത്തെ ഒരാളൊന്നും വരാനില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിനവർ നിഷേധിച്ചു. അവരവരെ തന്നിഷ്ടത്തിന് പ്രവർത്തിച്ചപ്പോൾ കദാലിക യുളില്ലുല്ലാഹു മൻ ഹുവ മുസ്രിഫുൻ മുർതാബ്. കദാലിക, അപ്രകാരം തന്നെ, യുളില്ലുല്ലാഹു, അള്ളാഹു എന്താക്കി? വഴികേടിലാക്കി. മൻ ഹുവ മുസ്രിഫ്. മുസ്രിഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്രാഫിന്റെ ചെയ്യുന്ന ആളെ പേരാണെന്ത്? കുട്ടികൾക്കൊന്നും പേരിട്ടേക്കരുത്, നല്ല പേരാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അടിച്ചാളൂ. മുസ്രിഫ്, നമ്മളെന്തെങ്കിലും കിട്ടാൻ കാത്തിക്കാം. മുസ്രിഫ് എന്ന് പറഞ്ഞാൽ ഇസ്രാഫ് ചെയ്യുന്നവൻ, ദുർവ്യം ചെയ്യുന്നവൻ, അതിര് കടക്കുന്നവൻ. ഇസ്രാഫ്. ഇസ്രാഫ് അറിയില്ല വൈ നിങ്ങൾക്ക്? കുലു അഷ്റബു എന്നറിയില്ലേ? ആകെ ഖുർആനിൽ അറിഞ്ഞ ഒരു ഏക ആയത്താണ് ഇപ്പൊ. ഏത്? എന്ത്? കുലു അഷ്റബു. കുലു അഷ്റബു കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹു ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? വലാ തുസ്രിഫു. അത് നമ്മൾ കേട്ടിട്ടില്ല. നമുക്ക് അവസരം എടുത്ത് നമ്മളെ പണിക്കുപോയി. കുലു അഷ്റബു, നിങ്ങൾ തിന്നോളീൻ, നിങ്ങൾ കുടിച്ചോളീൻ. വലാ തുസ്രിഫു, നിങ്ങൾ എന്ത് ചെയ്യരുത്? അതിര് കവിയരുത്. അതിര് കവിയരുത്. നല്ലപോലെ ശ്രദ്ധിക്കാനുള്ള ആയത്താണ്. തിന്നാനും അല്ല പറഞ്ഞു, കുടിക്കാനും അല്ല പറഞ്ഞു. എന്ത് ചെയ്യരുത്? വലാ തുസ്രിഫു, അതിര് കവിയരുത്. ഇന്നൊക്കെ അതിര് കവിയരുത് പറഞ്ഞാളോ പിസ്കനാണെന്ന് പറഞ്ഞാളോ. എന്ത് പിസ്കന? 5 ഐറ്റംസ് ചോറ് കല്യാണത്തിന് ഓരോ 3 ആക്കിയാൽ പോരെന്ന് വെച്ചാൽ അവർ ഓടാ പിസ്കാന്ന് പറയും. മനസ്സിലായില്ലേ? എത്ര ആക്കിയാല് പറയുവായി. ഒരു 3 പോരേന്ന് ചോദിച്ചാൽ തന്നെ ചീത്ത അറിയും ആൾക്കാർ. ഇയാൾ പേടിച്ചിട്ടാ ചോദിക്കണേ. എന്ത് 3 പോരെ? 3 മതിയായിട്ടല്ല, അയ്യോ അത്രയൊക്കെ പോരെന്നില്ല. അപ്പൊ ആൾക്കാർക്ക് അങ്ങനെ വേണം. അങ്ങനെ ദുർവ്യം ചെയ്യാം. കാണ്ടമാനം ഫുഡിലിങ്ങനെ നമ്മൾ ഇന്ന് ഇതാകുകയാണ്. എന്ത് പരീക്ഷണങ്ങളും ഗവേഷണങ്ങളൊക്കെ നടക്കുന്നത് ഈമാനിലും അമലിലും ഒന്നുമല്ല, ഹദീസിലും ആയത്തിലും അല്ല. പിന്നെ എവിടെയാണ്? ഫുഡിലാണ്. അങ്ങനെ എല്ലാ ഫുഡ്, ചക്കന്റെ തോട് വരെ പുല്ലിടാൻ തുടങ്ങി. എന്ത് മനസ്സിലായില്ലേ? എന്താ ഇടാൻ പറ്റുക? കർമ്മൂസന്റെ തണ്ടൂടും, തേക്കിന്റെ കഷ്ണൂടുഞ്ഞി, എന്തില് എന്തൊക്കെ ഇടാന്നുള്ള ഒരു കഥയില്ല. ഉപ്പിലാണ് ഉപ്പ്, പൊരിച്ചലാണ് പൊരിച്ചല്, എന്തും പൊരിച്ചു. ആൾക്കാർക്ക് എന്താ അവസ്ഥ എന്നറിയില്ല. ഓരോ പേരിടാവോ, എന്തൊക്കെ കാട്ടിക്കൂട്ട. അത് വിരുദ്ധാണോ, ശരീരത്തിന് കേടാണോ, ഒന്നും റിസർച്ചൊന്നുമില്ല. അങ്ങോട്ട് ഉണ്ടാക്കുക, അങ്ങോട്ട് തിന്നുക. നോമ്പൊക്കെ അങ്ങനായി.
മനസ്സിലായില്ലേ? ഇപ്പൊ ബേജാറുമായി. എന്ത് ഇപ്പൊ പൊറോട്ട വെച്ചിട്ട് പറയാണ് ഗ്യാസ് ഇല്ലെന്ന്. എന്ത് പൊറോട്ട വെച്ചപ്പോ പറഞ്ഞെന്താണ്? ഗ്യാസ് ഇല്ലാന്ന്. ഏകദേശമൊക്കെ ഇങ്ങനെ എന്തിലായി വരുന്നുണ്ട്? ഒരു ലെവലൊക്കെ ആയി വരും. ലെവലാവും നിങ്ങൾ പറയാണ്. ഇതിനേക്കാളും വലിയ ലെവൽ കഴിഞ്ഞിട്ട് കൊറോണ ഇല്ല. ഇനി അതിന് നമ്മൾ കൊറോണ കഴിഞ്ഞപ്പോൾ എല്ലാവരും മഞ്ഞൊക്കെ എല്ലാവരും ഒരു ലെവലിലെത്തും. കൊറോണ കഴിഞ്ഞപ്പോഴാണ് ഫുള്ളെന്തായത് പറയുവായി ഫുള്ള് പിടുത്തം വിട്ട് കൊറോണ കഴിഞ്ഞിട്ടാണ്. ഞാൻ ഫുള്ള് അതിന്റെ സ്കെയിലിന്റെ ഉണ്ട്. കൊറോണ അത് കഴിഞ്ഞപ്പോൾ ഫുള്ളായിട്ട് പിടുത്തം വിട്ടു. ഫുള്ള് പിടുത്തം വിട്ടു. ഫാമിലി ടൂർ തുടങ്ങിയപ്പോഴാണ് ആൾക്കാർ മുഴുവൻ റിസോർട്ട് ഈ മറ്റേ ഇവിടെ കണ്ടല്ലോ, ഇവിടെ ഈ തൊട്ടടുത്തുള്ള പ്രദേശമൊക്കെ ഭയങ്കര റിസോർട്ടുകളും വയനാടൊക്കെ റിസോർട്ടും പരിപാടിയൊക്കെ തുടങ്ങിയത് എപ്പോഴാണ്? നിങ്ങൾ ഇവിടെ നോക്കി ഒക്കെ ഇതിലാണ് തുടങ്ങിയത്. എവിടുന്ന്? കൊറോണയ്ക്ക് ശേഷമാണ് തുടങ്ങിയത്. ഇനിയിപ്പോ ഈ പരിപാടി കഴിഞ്ഞാൽ ഗ്യാസിന് ശേഷം എന്താ വരിക എന്നുള്ളത് നിങ്ങൾ കണ്ടു നിന്നുണ്ട്. ഇപ്പൊക്കെ ബേജാറിലുള്ളത് ഗ്യാസില്ല, മട്ടലൊക്കെ കത്തിച്ചു തുടങ്ങി, അടുപ്പൊക്കെ രണ്ടാമത് ഗ്യാസിൽ നിന്ന് അടുപ്പിലേക്ക് നമ്മുടെ വണ്ടി നിർത്തി ഒരാളിനോട് പറഞ്ഞ ഞാൻ എന്തോ വർത്താനം പറയുന്നുണ്ട് കോൾ ചെയ്തപ്പോ അവനെ ചെന്തങ്ങൾ ഞാൻ പറഞ്ഞത്. അപ്പൊ പെണ്ണുങ്ങളോട് പറയാണ് വലിയ ചെമ്പിൽ ഇതാ വെള്ളം തിളപ്പിച്ചിട്ട് വലിയൊരു അടുപ്പൊക്കെ മുമ്പ് ഇന്നലെ പോയിട്ട് ഉണ്ടാക്കി വലിയ മട്ടലൊക്കെ കഴിച്ച് കത്തിച്ച് വെള്ളമൊക്കെ ഒന്നായി തിളപ്പിച്ചിന്. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ഒക്കെ അടുപ്പിലേക്ക് ആയി എന്നല്ല. ഞാൻ പറഞ്ഞു നമ്മൾ മലയാളത്തിൽ വേറൊരു പറയണ്ടേ എല്ലാം കൂടി എന്തായി, എല്ലാം കൂടി അടുപ്പിലായി എന്നറിയില്ല. അതല്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ. എന്ന് പറഞ്ഞാൽ രണ്ടാമത് വീണ്ടും വരാൻ മനുഷ്യൻ ചെയ്ത ദുർവ്യങ്ങൾ. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. കരയിലും കടലിലൊക്കെ ഉണ്ടാകുന്ന ഫസാദിന്റെ കാരണം ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യകരങ്ങളുടെ പ്രവർത്തന കാരണമായിട്ടാണ്. നമ്മൾ ഒരു ലെവലില്ലാതെ കളിക്കാൻ തുടങ്ങി. റമദാൻ മാസമൊക്കെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി അറുമതിക്കാനുള്ളതായി. മലപ്പുറം ജില്ലയിലെ മുസ്ലിമീങ്ങൾ നോമ്പ് കടലും കണ്ട് തുറന്നാലേ എന്തുണ്ടാവുള്ളൂ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായതാണ് എന്ന ഹദീസോ ആയത്തോ അറിഞ്ഞ മാതിരി എല്ലാവരും ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കി പോവാണ്. കോഴിക്കോട്ടുകാരല്ല, മലപ്പുറംകാര്, കൊണ്ടോട്ടിക്കാര് കാര്യമായിട്ട് കുടുംബമായിട്ട് ഇങ്ങനെ പോവാൻ നിനക്ക് അപ്പുറത്ത് പോയി നിൽക്കുക. തറാവിസ്കാരമില്ല, ഒന്നുമില്ല. എന്നിട്ട് നമ്മൾ അതും ഇതൊക്കെ പറയും ചെയ്യും. നമ്മൾ ചെയ്യുന്ന അക്രമങ്ങൾ, മുസ്രിഫ് ഇസ്രാഫ് ചെയ്യുന്നവൻ, ദുർവ്യയം ചെയ്യുന്നവൻ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ദുർവ്യയം ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് എന്തില്ല? അള്ളാഹ്ക്ക് ഇഷ്ടമില്ല, അള്ളാഹ് ഇഷ്ടപ്പെടൂല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ദുർവ്യയം ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. അപ്പൊ നമ്മളൊക്കെ പറയും നമ്മളൊന്നല്ല, നമ്മളങ്ങനെ ദുർവ്യമൊന്നും ചെയ്യില്ല. നമ്മൾ വലിയ മതിലൊക്കെ കെട്ടിയാളുണ്ടാവും. ചിലപ്പോൾ 25 ലക്ഷം റുപ്യക്ക് എന്ത് കെട്ടുക? മതിൽ കെട്ടിയിട്ടുണ്ടാവും പെരക്ക്. നമ്മൾ അയാളെ പറ്റി പറയും എന്ത്, നമുക്ക് കെട്ടിയ മതിലിന്റെ കായുണ്ടെങ്കിൽ 2 ആൾക്ക് പെരണ്ടാക്കി കൊടുക്കുന്നൊക്കെ പറയും. ഈ നമുക്ക് അതിനേക്കാളും വലിയ കളി ഓൻ്റെ ഉള്ള കായ് കൊണ്ട് പറയുകയായി ഓനോട് കഴിയുന്നതിന്റെ അപ്പുറത്തേക്കുള്ള ദുർവ്യയം ഓൻ ചെയ്യുന്നുണ്ട്. ദുർവ്യയം നമ്മളെല്ലാവരും ദുർവ്യയത്തിൽ എവിടെയോ ആണുള്ളത്. നമ്മളെ ഭക്ഷണത്തിലും നമ്മളെ എല്ലാ കാര്യത്തിലും ദുർവ്യയം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുർവ്യയം ചെയ്യുന്ന ആൾ ആർക്കും ഇഷ്ടമില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. ദുർവ്യയം ചെയ്യരുത്. നമ്മളൊക്കെ ദുർവ്യയം ചെയ്യുന്നുണ്ട്. നമ്മൾ ഉളു കൊടുക്കുന്ന വെള്ളത്തിന്റെ കാര്യത്തിൽ ദുർവ്യയാണ്. അവിടെ ഫുള്ള് പൈപ്പ് എത്രയുള്ള അത്ര തുറന്നു വെച്ചിട്ട് നമ്മൾ ഉളു ഉണ്ടാക്കല്. ബക്കറ്റ് അടച്ചു കൊടുത്താൽ 5 ആൾക്ക് ഉളു കൊടുക്കാനുള്ള വെള്ളം ഉണ്ടാവും. നമ്മൾ ഉളു കൊടുത്ത് കഴിയുമ്പത്തിനും ഒരു 10 ആൾ ശ്രദ്ധിച്ചാൽ തന്നെ എത്രയോ വെള്ളം ബാലൻസ് ആവും. പക്ഷെ നമ്മളൊന്നും നോക്കൂല, നമ്മൾ ഫുള്ള് വെള്ളം. ദുർവ്യയം. ലൈറ്റും മഹമ്മദാക്ക് പറഞ്ഞു വർണ്ണം തന്നെ ഞാൻ പറഞ്ഞു ഇലക്ട്രീഷ്യനോട്. ഇലക്ട്രീഷ്യൻ ചെയ്തില്ല. ഇലക്ട്രീഷ്യൻ ഇവിടെ ഉണ്ടോ? ഇനി ഒരു ഇലക്ട്രീഷ്യനെ ഈ പള്ളിയിൽ ലൈറ്റ് വെക്കാവൂ എന്നുള്ള ഉസൂലുണ്ടെന്ന് എനിക്കറിയില്ല. ഞങ്ങളെ മലപ്പുറത്തൊന്നും അങ്ങനല്ല. ഒരുത്തനെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ അടുത്തവൻ വെക്കലാണ് പരിപാടി. ദുർവ്യയം ചെയ്യുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ. ദുർവ്യയം ചെയ്യുന്ന ആളുകൾ ശൈത്താന്റെ സഹോദരന്മാരാണ്. അതിന്റെ അർത്ഥം പിഷ്കനാവുക എന്നുള്ളത് ബൈ പിഷ്കനാവരുത് കേട്ടോ.
ചില ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഭാഗമാണിത്. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടാൽ ഭയങ്കര റാഹത്തുള്ള ഇതുമ്മ കളിക്കുന്ന കുറേ ആളുണ്ടാവും. അതിനാ ഞാൻ ഇത് പറഞ്ഞു. ഈ റമദാന്റെ ഊതയിലുണ്ട് അതിനങ്ങനെ രണ്ടാൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ണൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തമ്മിൽ എന്തൊരു വർത്താനം ഉണ്ട്. അതിന് പറ്റിയതാ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോണേ. ഓരോരുത്തർക്കും ഇങ്ങനെ പറ്റി പിഷ്കാനല്ല പറഞ്ഞത്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വീട്ടിൽ ഒരാൾ വന്നു. വൈകുന്നേര സമയത്ത് വന്നതാണ്. എന്തോ ആവശ്യപ്പെടാൻ വന്നതാണ്, എണ്ണ മറ്റോ. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു ഭാര്യനോട് വിളക്കിന്റെ തിരി കൂടിയതിന് ചീത്തറിയുണ്ട്. എന്തൊരു തിരിയാണ് ചെറുപ്പക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഞാവും പഠിച്ചേണ്ടി വരും. എന്ത് വിളക്ക് തിരിയൊക്കെ ഞാൻ നമ്മൾ അടുപ്പിക്ക് വന്ന സ്ഥിതിക്ക് ചിലപ്പോ വിളക്കും തിരിമേക്കും വരേണ്ടി വരും. അപ്പൊ വിളക്കിന്റെ തിരി അത് കൂടിപ്പോയി. അത് കൂടിയാൽ എന്താ പറഞ്ഞത്, നമ്മളെ കണ്ട് പഴയകാലത്ത് ഇങ്ങനെ വെറുതെ തിരിച്ചേക്കും. അപ്പൊ എന്തുണ്ടാവും, നല്ല കത്തലേക്കും, നല്ല പൊളിച്ചൊക്കെ ഉണ്ടാവും. സംഗതി എന്താ പറഞ്ഞാൽ നല്ല മണ്ണെണ്ണയും ചെലവാവും. അപ്പൊ കുറച്ച് തിരി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ എന്തോ വർത്താനം പറയുന്നുണ്ട് ഉസ്മാൻ റളിയല്ലാഹു വീട്ടുകാരോട്. ഇയാളത് പുറത്തുനിന്ന് കേട്ടിട്ട് തന്നെ ഈ വിളക്ക് തിരി കൂട്ടിയതിന് ചീത്തറിന കാക്കൂന്റെ എന്ത് കിട്ടാൻ അമ്മ ഒരു പിശുക്കനാണ് ഇയാൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കാതെ പോയി. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹു വന്ന് കണ്ടിട്ടുണ്ട്. അയാൾ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അയാളോട് പോയി. പിറ്റേന്ന് അയാൾ പകല് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുക്കൽ കാണുകയും ഉസ്മാൻ റളിയല്ലാഹു ചോദിച്ചു എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങനെ എന്റെ പ്രയാസത്തിന്റെ പേരിൽ വന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു അതാ മൂലയിൽ അതാ സ്വർണ്ണ നാണയങ്ങളും തങ്ക നാണയങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ആവശ്യമുള്ള എടുത്തുകൊണ്ടേക്കൊന്നാണ്. അപ്പൊ അയാളാകെ അന്തം വിട്ടു. ഇന്നലെ വൈകുന്നേരം വിളക്ക് തിരിക്ക് കച്ചറുണ്ടാക്കിയ കാക്കുവാണ് എന്ത് പറയുന്നത്, അവിടുന്ന് പൊന്നും വെള്ളിയൊക്കെ ദീനാറും ദിർഹമൊക്കെ എടുത്തുകൊണ്ടേക്കൊന്ന് അറിയുന്നത്. അപ്പൊ ഇയാൾ അത്ഭുതത്തോട് ചോദിച്ചു, അല്ല ഞാൻ ഇന്നലെ വന്നിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ ചോദിക്കാതെ പോയതാണ്, ഇതെന്താ എനിക്ക് മനസ്സിലായില്ലാന്ന്. ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ തരാണ്. അത് എത്ര തന്നാലും നമുക്ക് എന്തില്ല, ഒരു ഇതില്ല, നമുക്ക് ലാഭം മാത്രമേ ഉള്ളൂ. ഇത് വിളക്കിന്റെ തീരെയെന്ന് എന്റെ പേഴ്സണൽ കാര്യമാണ്. അതിന് ഞാൻ കൂടുതൽ ചെലവഴിച്ച അള്ളാഹിനോട് ഞാൻ ഹിസാബ് പറയേണ്ടി വരും. അപ്പം ഹിസാബും ദുർവ്യൊക്കെ നോക്കണ്ടേ എവിടെയാണ്? പറയ് നിങ്ങൾ പറയും, ഇതിപ്പോ പ്രശ്നമാവും. എവിടെ? സ്വന്തം ജീവിതത്തിൽ, പെണ്ണുങ്ങളെ ജീവിതത്തിലും കൂടി ഇല്ലട്ടോ. ഓ ഭായി, പെണ്ണുങ്ങളെ ജീവിതത്തിലും കൂടി ഇല്ലട്ടോ. നമ്മള് രണ്ടു പെരുന്നാൾക്ക് ഒരു കുപ്പായൊക്കെ എടുക്കാക്ക, നീ ചെറിയ നാളിനെടുത്തിന് നീ വലിയ നാൾ വേണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമ്മളെ കാര്യത്തിൽ, പെണ്ണുങ്ങളെ കാര്യത്തിലൊക്കെ ഇസ്രാഫിൽക്കൊന്നും ഓലെന്ത് ചെയ്തില്ല. പറയ് ഓലെത്തിയില്ല. എത്തിയാതെ ഓലെ കൊണ്ടുവന്നാലും ആകെ എന്താവും, ആകെ മുസീബത്ത്. സഹാബാക്കളുടെ ഭാര്യമാര്, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭാര്യ, ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യന്റെ കഥയൊക്കെ ഞാൻ ഇടയ്ക്ക് പറയലുണ്ട്. അതൊക്കെ കേട്ടിട്ട് നമ്മളെ ഭാര്യമാർ അങ്ങനെയെന്ന് വിചാരിച്ചിട്ട് ഉള്ള മധുരം തിന്നാനുള്ള ഫണ്ടൊക്കെ കട്ട് ചെയ്താലേ ആകെ പ്രശ്നമാവും. അപ്പൊ അവരൊരു ലെവലിലുള്ളത് അവരങ്ങനെ പതുക്കെ കൊണ്ടുവരാന്നല്ലാതെ നമ്മളെ കാര്യത്തിൽ സ്ട്രോങ് ആകുക. ബാക്കിയുള്ള മക്കളുടെ കാര്യത്തിൽ, കുടുംബത്തിന്റെ കാര്യത്തിൽ, ഉമ്മന്റെ കാര്യത്തിൽ, പങ്ങളെ കാര്യത്തിലൊന്നും ഭയങ്കര ഇസ്രാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കായികമാക്കണോട് തിന്നാൽ ആകെ പ്രയാസങ്ങളുണ്ടാവും. അതുകൊണ്ട് ദുർവ്യയത്തിന്റെ അപ്പുറം മറ്റുള്ളവർക്ക് സമ്പത്ത് ചെലവഴിക്കുന്നതിൽ എന്തില്ല. സഹാബാക്കൾ നല്ല ഭക്ഷണം കഴിക്കല് വിരുന്നുകാരുണ്ടാവുമ്പോഴാണ്. എപ്പോഴാണ്? അതിഥികൾ ഉണ്ടാവുമ്പോൾ. കാരണം അതിഥിക്ക് ഭക്ഷണം കൊടുത്താൽ എന്തില്ല, ഹിസാബില്ല. ചില സംഗതിക്ക് ടാക്സ് ഇല്ലല്ലോ. ഇതിന് പച്ചക്കറിക്ക് ടാക്സ് ഇല്ല, കോഴിക്ക് ടാക്സ് ഇല്ല. അതേമാതിരി ചില സംഗതിയൊക്കെ ഉണ്ട്. ഇപ്പൊ വണ്ടിയൊക്കെ ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കാട്ടിയെടുക്കലുണ്ട്. കാരണം അവിടെ ടാക്സിക്ക് എന്താവും, കീക്കാൻ പറ്റും, അങ്ങനൊക്കെ ഉണ്ടാവും. ഇതേപോലെ നമുക്ക് ഹിസാബില്ലാത്തൊരു സ്ഥലമാണ്. അതിഥികളൊക്കെ വരുമ്പോൾ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഭാര്യക്കും കുട്ടിക്കും അതേമാതിരി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം. നമ്മൾ വേണമെങ്കിൽ തക്കാളിയൊക്കെ പറയില്ലല്ലോ. നമ്മളുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു പോവാ. മനസ്സിലായില്ലേ? ഈ ഇസ്രാഫൊക്കെ പറഞ്ഞ ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര ഇഷ്ടേക്കും. ഇന്നലെയും കൂടി പറഞ്ഞിട്ടേ ഉള്ളൂ ഇസ്രാഫ് ചെയ്യാൻ പാടില്ല. ആരാനോട് എന്നും മീൻ തിന്നാൻ പറഞ്ഞെന്നൊക്കെ ചോദിക്കും. ബൈ ഇവിടെ അയലക്കത്ത് 100 രൂപ 500 രൂപയ്ക്ക് മണിക്കോണോന്ന് എന്ത് വാങ്ങണ്ട്, എന്താ കണ്ട് മീനൊക്കെ വാങ്ങണ്ട്. ഒരു ചെറിയ ഒരു മീൻ വാങ്ങല്, ഒരു ചിക്കൻ വാങ്ങലൊന്നും എന്തിൽപ്പെട്ടതല്ല. തക്കാളി വാങ്ങലാണ് എന്ത് ചില നേരത്തൊക്കെ തക്കാളിക്ക് പേരുന്തല്ലേന്. അപ്പോഴാണ് ഇസ്രാഫ്. അതുകൊണ്ട് ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശ സാധനം എന്താ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെക്കണം. ഓരോ കാലഘട്ടത്തിലും ഇസ്രാഫിന്റെ ലെവലിന് എന്തുണ്ട്, മാറ്റം കിട്ടോ. അതും കൂടി നിങ്ങൾ അറിയണം. ഈ വയസ്സായ ആൾക്കാരുണ്ടാവും 10 കിലോമീറ്ററൊക്കെ നടന്നുണ്ടാവും. ചിലപ്പോൾ ഇവിടുന്ന് ചിലപ്പോൾ തിരൂർക്കൊക്കെ നടന്ന ആൾക്കാർ ഈ ഇരിക്കണയിലുണ്ടാവും. സ്കൂളിലൊക്കെ നടന്ന് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ നടന്നു പോയായിരിക്കും ആൾക്കാരായിട്ട് ഇതിൽ കൂടുതൽ ആളുണ്ടാകുക. ആണോ അല്ലേ വൈ? സ്കൂളിൽ ഇങ്ങനെ നടന്നു പോവുക, പോണേക്ക് മാവുമ്പലറിയാം,
പുളിമലെറിയ, അങ്ങനെ 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 കമ്പിലൂടെ ഇങ്ങനെ പോവുക, മൊച്ചിങ്ങ തട്ടിച്ച് പോവുക, മാങ്ങന്റെ അണ്ടി തട്ടിച്ച് പോവുക, അങ്ങനെ കിലോമീറ്ററുകൾ പോയ ആൾക്കാരാണ് ഈ ഇരിക്കുന്നത്. അതിപ്പോ നമ്മളെ മക്കളോട് അങ്ങനെ ചെയ്യണം എന്നൊന്നും പറഞ്ഞാൽ എന്താവൂല? നിങ്ങൾ പറയും. നമ്മളെ മക്കൾ എന്നൊക്കെ പറഞ്ഞ പേരക്കുട്ടികൾ എന്നൊക്കെ പറഞ്ഞത് പെരയുന്നാട് ബാഗൊക്കെ വെച്ചിട്ട് എന്തൊക്കെയാണ് തിന്നാനൊക്കെ വെച്ചൊക്കെ റെഡിയാക്കിയിട്ട് ഓട്ടോറിക്ഷയിലോട്ട് വെച്ചെടുക്കുക, ഓട്ടോറിക്ഷ എങ്ങനെ കൊണ്ടുപോവുക, അവിടെ കൊണ്ടുപോയി ഇങ്ങനെ ഇറക്കുക. എന്നിട്ട് ആ കുട്ടികളോട് നമ്മൾ പഴയ കഥന്റെ ഇസ്രാഫും എന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇസ്രാഫ് എന്നൊന്നും പറഞ്ഞാൽ ആ ചങ്ങായിമാർക്ക് എന്താവില്ല? ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു കാക്കാന്ന് പറഞ്ഞിട്ട് ഓല് പ്രശ്നമാക്കും, ഒരടുക്കൂല. അപ്പൊ ഓൽക്ക് ഓല ലൈൻഡ്, ഞമ്മക്ക് നമ്മളെ ലൈൻഡ്. ഞാൻ പഠിച്ച കാലത്തിലല്ല മക്കാജി മുഹമ്മദാജി പഠിച്ച കാലം അതിനേക്കോളം കടുപ്പിക്കും. അങ്ങനെ ഓരോ കാലഘട്ടങ്ങൾ കഴിഞ്ഞു വിട്ടുണ്ട്. ഈ കുട്ടികൾക്കുള്ള പ്രശ്നങ്ങൾ വേറെ കുറെ പ്രശ്നമാണ്. ഓർക്ക് ലാഭില്ല, ടാപ്പില്ല, മറ്റേതില്ല, മറിച്ചതില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല, അതൊക്കെയാണ് പോലെ പ്രശ്നം. ഞമ്മക്ക് ഇവിടെ ബുക്കും ചെയ്യും. എന്ത് ഒരു ബുക്ക് കള്ളാസൊക്കെ അവിടെ കീറിയിട്ട് കൂട്ടി തുന്നലൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാ ചെയ്യുന്ന ഒരു കവറില്ല, ഒരു റബ്ബർ ബാൻഡ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ സ്കൂളിൽ പോയില്ലേ, ഒരു കട്ടിയുള്ള റബ്ബറൊക്കെ ഇങ്ങനെ ഒരു അലാസ്റ്റിക്കൊക്കെ വെച്ച് അടിച്ചിട്ടില്ല. അന്ന് കുട്ടികൾക്ക് ബാഗ്, സെറ്റപ്പ്, സംവിധാനങ്ങൾ. അപ്പൊ നമ്മൾ പറയും ഇതൊക്കെ അത് ഓരോ കാലഘട്ടത്തിൽ ഓരോ സാധനങ്ങൾ വരുന്നതാണ്. അതുകൊണ്ട് ഇസ്രാഫിനെ അളക്കേണ്ടത് പഴയ കാലത്തുള്ള അളവ് പോലെ വെച്ചല്ല അളക്കേണ്ടത്, അതാത് കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ. ഇതെന്തിനാ അങ്ങനെ വിശദമായിട്ട് പറഞ്ഞെന്തിനാന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ പെരെ പോയാൽ എന്തുണ്ടാവും? നമ്മളെ പൈസ ഇല്ലാത്തതാണെങ്കിൽ പൈസ ഇല്ല എന്നാണ് പറഞ്ഞാൽ മതി. ഇസ്രാഫിന്റെ ഒപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യരുത്? ആ ഇല്ലായ്മേനെ കവർ ചെയ്യാൻ ശ്രമിക്കരുത്. അത്രേ ഉള്ളൂ ഞാൻ ആ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോഴി അങ്ങനെ ചിക്കൻ വാങ്ങാൻ പൈസ ഇല്ല, അങ്ങനെ വിചാരിച്ച മൈലല്ല, ഇന്ത്യയിലില്ല, ഇൻഷാല്ലാ ഉണ്ടാവും, നമുക്ക് ചെയ്യാൻ തന്നാ ഓക്കെയാണ്. അല്ല ഇസ്രാഫാണെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്താവും? അത് പിന്നെ വേറെ പല പ്രശ്നങ്ങളിലേക്ക് എത്തും. അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതുകൊണ്ട് മൻഹു മുസ്രിഫ്, അള്ളാഹു ഇസ്രാഫ് ചെയ്യുന്നവരെന്താക്കും? വലാലത്തിലാക്കും. ദുർവ്യം ചെയ്യുന്നവരെ അള്ളാഹു എന്താക്കും? വഴികേടിലാക്കും. മുർത്താബ് എന്ന് പറഞ്ഞാൽ സംശയിക്കുന്ന ആൾക്കാരെ. സുമ്മലം യർത്താബു എന്നൊക്കെ പറഞ്ഞില്ലേ, അതിന്റെ നിന്നാണ് മുർത്താബ് എന്ന് പറഞ്ഞാൽ സംശയിക്കുക. ഈമാൻ ഉണ്ടായതിനു ശേഷം സുമ്മലം യർത്താബു, പിന്നെ അവർക്ക് എന്തുണ്ടാവില്ല? സംശയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആ സാധനം തന്നെയാണ് ഇവിടെ മുർത്താബ്. കദാലിക യുളില്ലുല്ലാഹു മൻ ഹുവ മുസ്രിഫുൻ മുർത്താബ്. സംശയാലുവായ അതിര് കടന്നവരെ അള്ളാഹു എന്താക്കൂല? നേർവഴിയിലാക്കൂല. അള്ളാഹു ഒരാൾ നേർവഴിയിലാക്കിയില്ലെങ്കിൽ പിന്നെ അവന് നേർവഴിയിലാകിയില്ല. അങ്ങനെ നേർവഴിയിലാത്ത കുറെ മനുഷ്യരുണ്ടാവും. കബുറ മഖ്തൻ ഇൻദല്ലാഹ്. ആർക്കാണ് ഇവരെന്താ ചെയ്ത പ്രശ്നം? എന്താണ് ഇവർ ചെയ്ത പ്രശ്നം? അല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ല. അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ തർക്കിച്ചു, അവർ അള്ളാഹുവിന്റെ ആയത്തുകളിൽ തർക്കിച്ചു. ഇവര് ഇങ്ങനെ വഴികെടാനുള്ള കാരണം അല്ലാഹു പറയാണ്, അല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ല ബിഗൈരി സുൽത്താനിൻ അതാഹും. അള്ളാഹുവിന്റെ ആയത്തുകളിൽ, ഖുർആന്റെ ആയത്തുകളാവാം, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാവാം, അതിലൊക്കെ അവരെന്ത് ചെയ്തു? തർക്കിക്കാൻ തുടങ്ങി. തർക്കിക്കാൻ തുടങ്ങി ഫീ ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയത്തുകളിൽ. ബിഗൈരി സുൽത്താൻ, വ്യക്തമായ എന്തില്ലാതെ? തെളിവുകളില്ലാതെ. അതാഹും, അവരടുക്കൽ വന്ന വ്യക്തമായ തെളിവ് എന്ന് പറഞ്ഞാൽ സുൽത്താൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന വല്ല വേദവാക്യങ്ങളോ മുൻകഴിഞ്ഞ നബിമാർക്ക് അല്ലാഹു എന്തെങ്കിലും അറിയിച്ചു കൊടുത്തതോ അങ്ങനത്തെ ഉള്ള കാര്യത്തിനാണ് എന്ത് പറയല്? സുൽത്താൻ. അങ്ങനെ മുൻകഴിഞ്ഞ നബിമാർക്ക് കിട്ടിയ ഏടുകളിലോ വേദങ്ങളിലോ പെട്ട കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. അതൊന്നുമില്ലാതെ ഒരു വെറുതെ എന്താക്കും? തർക്കിച്ചുകൊണ്ടിരിക്കും. തർക്കെന്ന് പറഞ്ഞത് തന്നെ ഒരു വലിയ വഴികേടിന്റെ ഭാഗമാണ്. നല്ലപോലെ കേട്ടോളൂ ഈ കാര്യം. തർക്കിക്കുക എന്ന് പറഞ്ഞത് വഴികേടിന്റെ ഒരു വലിയ ഭാഗം തുറക്കും. തർക്കിക്കാതെ നമ്മൾ വിചാരിക്കും ഹക്ക് മനസ്സിലാക്കി കൊടുക്കാനല്ലേ. ചിലപ്പോൾ തുടങ്ങലൊക്കെ എങ്ങനായിരിക്കും സദുദ്ദേശപരമായിട്ട് അയാളെ തിരുത്തി കൊടുത്ത് ആ മനുഷ്യനെ രക്ഷപ്പെടുന്നതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ അത് കുറച്ചങ്ങോട്ട് എത്തിയാൽ പിന്നെ അത് വേറെ അവസ്ഥയ്ക്ക് മാറും. പിന്നെ പ്രസ്റ്റീജിന്റെ ഭാഗമാവും, അഭിമാനത്തിന്റെ ഭാഗമാവും. അപ്പോഴാണ് കട്ടിങ് ഒക്കെ തുടങ്ങിയത്. എന്ത്? പകുതി കട്ട് ചെയ്ത് ഇങ്ങോട്ട് കട്ട് ചെയ്ത് അളത്തിരിപ്പിക്കുക, അതിനായിട്ട് ഇങ്ങനെ ആക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇത് ഇയാൾക്കും അറിയാം എന്ത് ഇതിന്റെ കറക്റ്റ് ഇങ്ങനെയാണ്. പക്ഷേ ഈ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക.
അതൊക്കെ പിന്നീട് വരുന്ന അവസ്ഥകളാണ്. അത് വ്യക്തമായ വഴികേടാണ്. അള്ളാഹു അവരെ വഴികെടുത്തുന്നാണ് പറഞ്ഞത്. അല്ലദീന ഒരു കൂട്ടരാണ് അവർ. ഈ മുസ്രിഫുൻ മുർത്താബ് ആരാന്നറിയാനൊക്കെ അല്ലദീന ഒരു കൂട്ടരാണ്. യുജാദിലൂന ഫീ ആയാത്തില്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അള്ളാഹുവിന്റെ ആയത്തുകളിൽ തർക്കിക്കും അവർ. ബിഗൈരി സുൽത്താനിൻ അതാഹും, അവരുടെ അടുക്കൽ ഒരു വ്യക്തമായ എന്തെങ്കിലും ഒരു തെളിവ്, ഒരു രേഖ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു സംഗതി ഉണ്ടെങ്കിൽ ഓക്കെ, അതൊന്നും ഇല്ലാതെ ഒരു വെറുതെ എന്ത് ചെയ്യും, തർക്കിക്കും. ഇവിടെ ഇപ്പൊ എന്തും പറഞ്ഞാലും അതിന് ആയത്തും തരാം. എന്തിനും അള്ളാഹു ഇല്ല, അള്ളാഹ്ക്ക് സമന്മാരുണ്ട് എന്നുള്ളതിനും എന്ത് കൊണ്ടുവരും, ആൾക്കാരായത്തും തരും. ആയത്തിന്റെ ഏതെങ്കിലും അർത്ഥങ്ങൾ, ഏതെങ്കിലും സംഗതികൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ആയത്തുകളിൽ ആളുകൾ ചിരിമറി ചെയ്യാം. അത് കുറച്ച് കഴിഞ്ഞാൽ ഒരു പ്രസ്റ്റീജ് ആവും, പിന്നെ ഒരു സംഘാവും, പിന്നെ ആ സംഘത്തിനെ സുരക്ഷിതമായി നിലനിർത്തലാവുമെന്ന് ലക്ഷ്യം. ദീൻ നിലനിർത്തൽ അതിൽ നിന്ന് പോയിണ്ടാവും. ദീൻ നിലനിർത്തൽ പോവും, പിന്നെന്താവും ആ സംഘം. ഇപ്പൊ നമ്മളൊരു ടീമാണെങ്കിൽ ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞു, അതിനെ നിലനിർത്തലാണ് എല്ലാവരും പാടെ പരിപാടി. അതിന് ഞാനായിട്ട് കാണത്തെ ഇതിൽ വേറെ ആഫീസിന്റെ അയാളും വേറെ ആളുണ്ടെങ്കിലും എന്നിട്ട് ഒക്കെ പറയാം. നിങ്ങൾക്ക് സംഗതി സത്യം അറിയാം, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെ പറഞ്ഞാൽ പിന്നെന്തായി പോവും, നമ്മളെ സംഘം ഇല്ലാതായി പോവില്ലേ, നമ്മൾ പിന്നെ സമ്മതിക്കലാവൂലേ. അങ്ങനെ ആ തർക്കങ്ങളാണ്. പിന്നെ മറ്റൊന്നുണ്ടായി, പിന്നെ മറ്റൊന്നുണ്ടായി, പിന്നെ മറ്റൊന്നുണ്ടായി. അവസാനം പിന്നെ ഉള്ള ആൾക്കാർ ഈ ആൾക്കാരെ കുറ്റം പറയാം, ഈ ആൾക്കാർ ഓരോ കുറ്റം പറയാം. ഇതൊക്കെ ഒരു സ്ഥലത്തേ ഉണ്ടായിരുന്നത്. അപ്പൊ ആർക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പൊ കാണാത്ത ഹദീസ് തെറ്റുമ്പോ എന്ത് ചെയ്യാണ്, പുതിയ ഹദീസ് വരാം, പുതിയ ആയത്ത് വരാം. ആ ആയത്തുകൊണ്ട് ഇങ്ങനെ ഉദ്ദേശിച്ചെന്ന് പറയാം. ഇതൊക്കെ വ്യക്തമായി നമ്മൾ കാണാൻ. അതുകൊണ്ട് പോയി തർക്കം ഒരു പ്രശ്നത്തിന് പരിഹാരമല്ല. നമ്മൾ സമ്മതിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. ഈ സമ്മതിക്കാറിനാല് നല്ല വാക്കാണ്, പക്ഷെ വളരെ മാന്യായിട്ടായിരിക്കണം. പ്രതിപക്ഷ ബഹുമാനം ഉണ്ടാവണം. ഒരാളെ അഭിമാനത്തിന് ഇകഴ്ത്താൻ പാടില്ല. നബിതങ്ങൾ ശാസനങ്ങൾ എത്ര മാന്യമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ വൃത്തിയായി ചെയ്തത്. എന്തെല്ലാം കുഴപ്പങ്ങളുള്ള ആൾക്കാരുണ്ടായിരുന്നു, അവരോടൊക്കെ വളരെ വ്യക്തമായ നിലയിൽ വളരെ മാന്യമായിട്ടാണ് ആര് കൈകാര്യം ചെയ്തത്. ഒരാളും കൂടി അറിയാത്ത നിലയിൽ, ഒരാളും കൂടി ഒരു മുഅ്മിന്റെ അവസ്ഥകളെ പരസ്യപ്പെടുത്താൻ പാടില്ല. ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഒരു സഹാബിയുണ്ട്, പ്രധാനപ്പെട്ട സഹാബിയാണ്. രണ്ടാൾ രാത്രി ഇങ്ങനെ പോകുമ്പോൾ ഒരു വളച്ചുകെട്ടിന്റെ ഉള്ളിൽ ഒരു വയസ്സായ ആൾ മദ്യപിക്കുന്നതായിട്ട് വിവരം കിട്ടിയിരുന്നു. ആർക്ക്? ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ ആ സഹാബിനോട് പറഞ്ഞു, ഇവിടെ കയറുന്നു. അയാളെ കൂട്ടില്ല. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ മതിലെടുത്തിട്ട് ചാടി. നോക്കുമ്പോ ഈ വയസ്സായാള് ആ ടൈമിന് മദ്യപിച്ചുകൊണ്ടിരിക്കാൻ. അയാൾ കണ്ടപാടെ തന്നെ മനസ്സിലായി ഇതാരാണ്, അമീറുൽ മുഅ്മിനീൻ. അദ്ദേഹം അമീറുൽ മുഅ്മിനീനാണ്. അബൂബക്കർ നല്ല ഖിലാഫത്തിലല്ല, അദ്ദേഹം അമീറുൽ മുഅ്മിനീനാണ്. അവന് ബന്ധയ്ക്കുണ്ടാകുക എന്നുള്ളത് ഞങ്ങൾക്ക് അറിയല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ മേൽ നടപടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യം പറയണ്ട, കേൾക്കണം പറഞ്ഞു. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ആ പറയാന്ന്, ഞാൻ ഒരു തെറ്റ് ചെയ്തതിന് അത് തീർച്ച ശരിയാണ്, നിങ്ങൾ 3 തെറ്റ് ചെയ്തതിന്. ഉമർ റളിയല്ലാഹു അൻഹു എന്തെറ്റ്, നമ്മളൊന്ന് ഈ റൗണ്ട് കെട്ടിയത് എന്തിനാണ്? അതുകൊണ്ട് അനുവാദം ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങോട്ട് കയറാൻ പാടില്ല. അത് നിങ്ങൾ കയറി സലാം പറയാതെ അനുവാദം ചോദിക്കാതെ കയറി. രണ്ടാമത്തെ, ഒരാൾ രഹസ്യമായി ചെയ്യുന്ന തെറ്റിനെ ചികഞ്ഞ് അന്വേഷിക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ വരന്റെ വാതിലൂടെ അല്ല എന്ത് ചെയ്തത്, വന്നത് കയറി ചാടിച്ചാ വന്നത്. അനുവാദം ചോദിക്കാതെ ഒന്ന് 2 കയറി ചാടിച്ച് വന്നു, പിന്നെ രഹസ്യം അന്വേഷിച്ചു വന്നു. നമ്മൾ പതുക്കെ പോന്നു. അപ്പൊ ഈ കൂട്ടുകാരന്റെ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പറയില്ല, ചങ്ങായിന്റെ വെള്ളടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബാക്കിയൊക്കെ വലിയ സ്റ്റാറായിട്ട് പറയും. ഉമർ തന്നെ ഒന്നും പറഞ്ഞില്ല ആരോട്, ആ കൂടെയുള്ള ആളോട്. അയാൾക്കൊന്നും അറിയില്ല, അസാബിക്ക് അറിയില്ല. ഓരണ്ടാളും ഇങ്ങനെ പോയി. പക്ഷെ ഇദ്ദേഹത്തിന് മനസ്സിലായിന് ഇത് ആരെ മുന്നിൽ എന്തായിന് നോട്ടായിട്ടുണ്ട്. ഇനി മുന്നിൽ എവിടെങ്കിലും കിട്ടിയാൽ ഇനി പണി വരും. അപ്പം മൂപ്പരാ ചെയ്ത കാര്യത്തിന്റെ പേരിൽ ആ ബോധത്തോടു കൂടി പോയതാണ് വിചാരിച്ചിട്ട് ഈ വയസ്സായ ആള് ആ പരിസരത്തേക്ക് തന്നെ വരൂല. ആരെടുത്തിട്ട്? ഉമർ റളിയല്ലാഹുവിന്റെ ഭാഗത്തേക്ക് തന്നെ വരൂല. അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഇയാളൊരു സദസ്സിന്റെ ബാക്കിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് കണ്ടു. ആര്? ഉമർ റളിയല്ലാഹു അയാളെ വിളിച്ചു. അപ്പൊ തന്നെ അയാൾക്ക് കത്തി. ഇപ്പം എന്തെങ്കിലും ആക്ഷൻ പണി വരും വിചാരിച്ചാൽ ഇങ്ങനെ വന്നു. അപ്പൊ അയാൾ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ വന്നു. ഉമർ റളിയല്ലാഹു ഇങ്ങനെ വിളിച്ചു. എന്നിട്ട് ഇരിക്കാണ്, ആൾക്കാരെ കണ്ട്
അദ്ദേഹത്തിനോട് ഇങ്ങനെ എന്നോടൊരു കാര്യം പറയണ്ടെന്നെ, എന്നോട് അങ്ങനെ തല അടുപ്പിച്ച് വളരെ അടുപ്പിച്ച് ചവിട്ടിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആ സംഭവം ആരോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഏത് സംഭവം ഭായി? അയ്യാ വെള്ളടിച്ച കാര്യം ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഞാൻ മനസ്സിലെല്ലാവരോട് പറഞ്ഞില്ലാവോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ നിൽക്കണ്ട, അത് പരസ്യപ്പെടുത്തി അതിന്റെ പേരിൽ നിൽക്കണ്ട, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ അയാൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണ്ടായിരുന്നു. തല അടുപ്പിച്ചു പിടിച്ച് ചവിട്ടിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അതിന് ശേഷം പിന്നെ കുടിച്ചിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. രണ്ടാളും ചെയ്ത ഒരു പണിയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു സത്യസന്ധമായി ഒരു മുഅ്മിനായ മനുഷ്യന് തിന്മ ഉണ്ടാവരുതേ എന്നാഗ്രഹിച്ച് ചെയ്തൊരു പണിയായിരുന്നു അത്. അല്ലാഹു തആല ആ പണിക്ക് അപ്പം തന്നെ അതിന്റെ കാര്യത്തിൽ തീരുമാനമാക്കി. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഇതിന്റെ പേരാണ് ദഅവത്ത് എന്ന് പറയുന്നത്. ഇതിന്റെ പേരാണ് ദഅവത്ത്. അല്ല നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കി മറ്റവന്റെ കുറ്റങ്ങൾ എൽസിയിട്ട് അവനെ നാണം കെടുത്തി കുറ്റം പറഞ്ഞു മരിച്ചതിന് ശേഷം കുറ്റം പറയാം. ഇതൊക്കെ നാളെ ആഖിറത്തിലെത്തുമ്പോൾ ദീനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവോ? നിങ്ങൾ ഇതിനെ ദീനായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ? ഏത് സംഘടനക്കാരൻ ചെയ്താലും ഏത് ആലിം ചെയ്താലും ഇതിനെപ്പറ്റി നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത്? അല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ലാഹ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ആയത്തുകളിൽ തർക്കിക്കുന്നവർ, ബിഗൈരി സുൽത്താനിൻ, യാതൊരു പ്രമാണവുമില്ലാതെ, അതാഹും, അവരടുക്കൽ വന്നു കിട്ടിയ എന്തെങ്കിലും പ്രമാണം കൂടാതെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നവർ. തർക്കം, സംവാദം, സംവദിക്കലൊക്കെ ദീനിലുള്ളത് തന്നെയാണ്. പക്ഷേ അതിനതിന്റെ മര്യാദയും കാര്യമൊക്കെ ആര് പറയുന്നുണ്ട്? ദീൻ തന്നെ പറയുന്നത്. ഒരാളെ അപകീർത്തിപ്പെടുത്തലും അഭിമാനട്ടതും വരുത്തലൊന്നും എന്തിൽപ്പെട്ടതല്ല പറയും. സഹാബാക്കൾ അവരെ ദീനിൽ ആ സഹാബിന്റെ ആ മനുഷ്യന്റെ അഭിമാനത്തിനാണ് ആര് സംരക്ഷിച്ചത്? ഉമർ റളിയല്ലാഹു അൻഹു സംരക്ഷിച്ചത്. ദഅവത്ത് ഇതാണ്. ആളുകളെ പ്രതിക്കൂട്ടിലാക്കലല്ല, ആളുകളെ മോശക്കാരനാക്കലല്ല. വെറുതെ ഈമാനുള്ള ആൾക്കാരെ പറ്റി എന്തൊക്കെയോ പറയാം, ചെറിയ അഭിപ്രായ ഭിന്നതകളും. ഞാൻ വിചാരിച്ച മരുങ്ങളെല്ലാവരും ആയില്ല, നിങ്ങളെ കുറ്റം പറയാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ വ്യക്തി വീക്ഷണങ്ങൾ ഉണ്ടാവും, അതിലൊക്കെ ചെറിയ കുറവുകളും ബലഹീനതകളും ഉണ്ടാവും. അതൊക്കെ ആര് പുറത്തു കൊടുക്കുന്നതാണ്? അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണെന്ന് വിചാരിച്ചാൽ മതി. നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഈ സംഘടനകളാക്കി ഗ്രൂപ്പുകളാക്കി തെറി പറഞ്ഞു കൊടുക്കാണ്, ഓരോടും കുറ്റം പറഞ്ഞു കൊടുക്കാണ്. നമ്മളത് ചെയ്യരുത്. ചെയ്യുന്നതൊക്കെ ചെയ്തോട്ടെ, അവർക്ക് ആലിമ്യങ്ങളായിരിക്കാം, അവരെ കുറ്റം പറയാനും പോണ്ട. പക്ഷെ നമ്മളത് ചെയ്യരുത്. ആളുകളെ അപമാനിക്കരുത്. ചെറിയ തെറ്റ് എന്തെങ്കിലും എവിടെങ്കിലും ചെയ്തിട്ടുണ്ടാവും, തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാണ്? പിന്നെ നടക്കുകയാണ്. അയാൾ കല്യാണത്തിന് അയാൾ വീഡിയോ എടുക്കുക, അയാളാണെങ്കിൽ അയാളെ കുട്ടികളെയും കൊണ്ടുപോയി അത് പ്രശ്നം ഉണ്ടാക്കുക. ഇവിടെ അയാൾ ഹോട്ടലിൽ ചാടിച്ചാൻ കയറിയപ്പോൾ കട്ടക്കാലത്തിന് അയാൾ എന്തെങ്കിലും ഒന്ന് ആയിപ്പോയില്ലെങ്കിൽ മനുഷ്യ സഹജമായിട്ട് പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരില്ലേ? അതൊക്കെ ഫോട്ടോ എടുത്തിട്ട് പ്രദർശിപ്പിച്ച് ആൾക്കാരെ കണ്ടോ നിങ്ങളെ വലിയ ആള് കണ്ടാൾ ഇയാളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് യാവായി. പേഴ്സണൽ ലൈഫിൽ ആർക്കൊക്കെയാണ് പാളിച്ചകളും കുറവുകളും ഇല്ലാത്തത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മളതിന് മുഖം കൊടുക്കരുത്, ഒരിക്കലും മുഖം കൊടുക്കരുത്. അത് അല്ലാഹുവിന് ഇഷ്ടമില്ല. ആളുകളെ ഇകഴ്ത്തുന്ന പണി അല്ലാഹുവിന് ഇഷ്ടമില്ല. അങ്ങനെ ഇകഴ്ത്തലോട് കൂടി ഒരു ദീനിലേക്കല്ല വരിക. ഒരു പിന്നെന്താ ആവുക? ഒരു ദീനിന് അകന്നു പോലോ അല്ലെങ്കിൽ സത്യത്തിൽ നിന്ന് അകന്നു പോലോ. സത്യത്തിനെതിരിലൊക്കെ ആൾക്കാർ വെറുതെ പറയുന്നത് ഈ ആൾക്കാർ വെറുതെ ഒച്ചപ്പാടും പാടും ഉണ്ടാക്കിയിട്ടാണ്. അതുകൊണ്ട് ഈ കാര്യത്തെ ശ്രദ്ധിക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥലത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരാൾക്ക് സ്വാഭാവികമായി കീവായി പോയി മസ്ജിദിൽ. അത് കുറച്ച് ഒരു ബാഡ് സ്മെല്ലുണ്ടായി. ഉമർ റളിയല്ലാഹു പെട്ടെന്ന്, മനുഷ്യനല്ലേ, പെട്ടെന്ന് മനുഷ്യന്റെ അവസ്ഥയിൽ മാറ്റം വരും. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ആരാണ് ഈ സദസ്സിൽ ചെയ്തത്? അയാൾ പോയി ഉളു എടുത്ത് വരട്ടെ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ സ്തബ്ധരായിട്ട് ഇങ്ങനെ നോക്കുക. ഒരാൾക്ക് സംഭവിച്ചതാണ്. ആരാണ് എണീക്കുക? നിങ്ങൾ കണ്ടില്ലേ KL10 55 32 48 വണ്ടിന്റെ ആള് പോണെന്ന് പറയുമ്പോൾ അത് വിളിച്ചു പറഞ്ഞാൽ ആ വണ്ടിന്റെ ആൾ ഇങ്ങനെ ഇരിക്കുന്നതാണ് കുറച്ചു നേരം. കാരണം അതാണ് ആ സാധു വളരെ വെച്ച് കഴിഞ്ഞ എഴുന്നേറ്റുമായി ഈ കണ്ട മനുഷ്യന്മാരൊക്കെ നോക്കൂല, അങ്ങനെ ഉണ്ടാവില്ലേ? ഞാൻ സാധാരണ പറയൽ സാരില്ല, അതൊക്കെ എല്ലാവർക്കും സംഭവിക്കണതാണ്, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കൊള്ളി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് പറയല്. കാരണം എന്താ അയാൾക്ക് പോകാനുള്ളൊരു വഴി നമ്മൾ തുറന്നു കൊടുക്കണം. മനുഷ്യന്മാരാണ്. എന്ന മാതിരി ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ആരാണ് ആൾ? അയാൾ എഴുന്നേറ്റ് പോയി ഉണ്ടാക്കി വരട്ടെ. ശബ്ദരായി എല്ലാവരും ഇങ്ങനെ നിൽക്കാൻ. അപ്പൊ സദസ്സിലുണ്ടായിരുന്ന സഹാബാക്കളിൽ, അതാണ് സഹാബാക്കൾ. ഹും അസ്ഹാബു മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓരാണ് നമ്മളെ മുഹിബ്ബീങ്ങൾ, ഓരാണ് നമ്മളെ ആൾക്കാർ, നമ്മളെ ഖായിദീങ്ങൾ, നമ്മളുടെ നേതാക്കന്മാരവരാണ്. ആ സഹാബക്കളപ്പം പറഞ്ഞു, ഞങ്ങളെല്ലാവരും പോയി ഉള്ളൂർത്ത് വരട്ടെ, ഞങ്ങളെല്ലാവരും പോയി ഉള്ളൂർത്ത് വരട്ടെ. അപ്പതിന് ഉമർ റളിയല്ലാഹു അൻഹു കത്തി അതുകൊണ്ട് ആയിക്കോട്ടെ, ഞങ്ങൾ കുറച്ച് ആൾക്കാരെല്ലാവരും ഇവിടെ പോയി ഉള്ളൂർത്ത് വരും. അതിൽ ആ സഹാബിയും പോയിട്ടുണ്ട്. ഒരാൾ അഭിമാനം സംരക്ഷിക്കാൻ ആ കൂട്ടത്തിൽ എല്ലാവരും പോയി ഒന്നുകൊടുക്കാറുണ്ട്. നിങ്ങൾ ഒറ്റ കാലേക്ക് മനുഷ്യരുടെ ഇജ്ജത്തിന്, മനുഷ്യരുടെ അന്തത്തിന് എത്ര വില കൊടുക്കേണ്ട ഇസ്ലാം. നമ്മളെങ്ങനെ ഒരു ആലിമിനെ ചീത്തറിയാം? അബദ്ധം ഉണ്ടാവാം, ഉണ്ടാവില്ല എന്ന് ഞാൻ പറയില്ല. അയാൾ വീട്ടിലൊക്കെ പോയിരുന്ന അയാളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, എനിക്കിങ്ങനെ തോന്നിയത്, നിങ്ങൾക്ക് അതിന്റെ സത്യസന്ധമായ അവസ്ഥ തോന്നിയാൽ ഉണ്ടാവാം. ഞാനൊരു പള്ളിയിൽ ജുമാക്ക് കൂടി റമദാന്റെ കുറച്ച് മുമ്പ്. അപ്പം ഞാൻ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂട്ടുകാർ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ഞങ്ങളിങ്ങനെ ഉണ്ട്. ഒരാൾ ഒരു ഖത്തീബ് വെള്ളിയാഴ്ച ഇങ്ങനെ വന്ന് റൂമിൽ നിന്ന് ഇങ്ങനെ വന്ന് ഷാളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നല്ല സംസാരം, കുഴപ്പമൊന്നുമില്ല. കുറഞ്ഞ സമയം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിച്ചിട്ട് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. റബീഉൽ അവ്വലിനെ കുറിച്ചാണ് പറഞ്ഞത്, കഴിഞ്ഞ റബീഉൽ അവ്വലിനാണ്. അപ്പം ഞാൻ കുറച്ച് 4 സഫ് അപ്പുറത്തുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കി, അയാളെ താടി ഉണ്ടോന്ന് നോക്കി. എനിക്ക് ദൂരത്തും 4 സഫൊന്നും കാണില്ല. ഞാൻ അടുത്തുള്ളവരോട് ചോദിച്ചു, അപ്പോൾ ചെറിയൊരു ഉമ്ക്കേരി ദേശമായിരി ഉണ്ട് എന്നാണ്. പക്ഷെ അയാൾ വൃത്തിയായിട്ട് നിബിധങ്ങൾ ശാസ്ത്രങ്ങളുടെ മഹബത്ത് പറഞ്ഞു. വൃത്തിയായിട്ട്, ഈ വെറുതെ അതും വലിച്ചു കെട്ടാതെ വളരെ വൃത്തിയായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് കേട്ടാ നിബിധങ്ങളോട് ഇഷ്ടം തോന്നുന്ന നിലയിൽ സംസാരിച്ചു. എന്നുവെച്ചാൽ അയാൾ ഉള്ളിൽ പൊരിയുള്ള മനുഷ്യനാണ്. അപ്പൊ ഞാൻ ആ നാട്ടുകാരനവരാൾ എന്നെ പരിചയമുള്ള ഒരാളുണ്ട്. ഞാൻ പിന്നെ പോകുന്നതിന് ശേഷം അയാൾ വിളിച്ചു, നിങ്ങൾ ആ ഖത്തീബിന്റെ നമ്പറും തരുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് നമ്പർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വാട്സപ്പിൽ നിന്ന് ഞാൻ അവർക്ക് ചെറിയൊരു വോയിസ് ഇട്ടു. ഞാനിങ്ങനെ നിങ്ങളെ പള്ളിയിൽ യാദൃശ്ചികമായി നിസ്കരിക്കാനുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, നിങ്ങളെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നിബിധങ്ങളോടുള്ള മഹബത്ത് ഉണ്ടാവുമെന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ ദൂരത്തെ ഉണ്ടായിരുന്നു, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല സുന്നത്തായ താടി നിബിധങ്ങൾ ശാസ്ത്രങ്ങൾ. നിങ്ങൾ നിബിധങ്ങൾ ശാസ്ത്രങ്ങൾ സുന്നത്ത് അത്ര ഹൃദയ സ്പൃക്കോട് കൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്താണ് ദീനിൽ എന്തെങ്കിലും അതിനുള്ള അവസ്ഥകളുണ്ടോയെന്നൊന്നും. ഞാനങ്ങനെ വലിയൊരാളൊന്നും അറിവുള്ള ആളൊന്നുമല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഉസ്താദ് ഒന്ന് ആലോചിച്ചാൽ, ഉസ്താദിന് അറിയല്ലോ ആ കാര്യം, ഒന്ന് പഠിക്കുക, കാര്യം ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. ജനങ്ങൾക്ക് കുറച്ചും കൂടി ഉണ്ടാവും. നമ്മൾ ഈ സുന്നത്തൊക്കെ പറയുന്നത് നമ്മൾ ഇങ്ങനെ ചെയ്യാതായാൽ ജനങ്ങൾ വിചാരിക്കൂലേ പറഞ്ഞാൽ മതി ചെയ്തോളണമെന്നില്ല എന്ന്. അങ്ങനെ തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ വേണ്ടി അല്ലാഹു അലം, എനിക്കറിയില്ലട്ടോ, ഞാനിതൊന്ന് ഉണർത്തിന്ന് മാത്രം എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് കൊടുത്തു. ഞാൻ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഞാൻ ആ കൂട്ടുകാരനോട് ചോദിച്ചു, എന്താ ചോദിച്ചു? ആ ഉസ്താദ് താടി വെച്ചിരുന്നായിരുന്നു. വല്ലാഹിൽ അദീം, ഞാൻ സത്യസന്ധമായി നിഷ്കളങ്കമായിട്ടാണ് അയാളോട് ആ കാര്യം പറഞ്ഞത്. അയാളെ ഈഴ്ത്താനോ കുറവിലാക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. നമ്മൾ എത്ര സത്യസന്ധമായി സതുദ്ദേശത്തോടെ പറഞ്ഞപ്പോൾ ആയിരിക്കണം അദ്ദേഹം താടി വെച്ചു എന്നോട് ആ കൂട്ടുകാരൻ പറഞ്ഞു. ഭയങ്കരമാണ്. അയാൾക്ക് എന്നെ സംശയം തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. ഇയാളോടൊരു പ്രത്യേക മഹബത്താണ് അതിന് ശേഷം എന്ന് പറഞ്ഞു പറഞ്ഞു. ഞങ്ങളൊരു ജമാഅത്തായിട്ട് പോയതായിരുന്നു. അപ്പോൾ ഇയാളെന്ന് നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ജമാഅത്തിൽ ആരെങ്കിലും ആയിരിക്കാം, അയാൾ ചിന്തിച്ചിട്ടുണ്ടാവാം. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഒരാളിങ്ങനെ യാത്രക്കാരനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഇഷ്ടത്തിൽ വീട്ടിൽ പോയിട്ട് പറയാം, ഫോൺ വിളിച്ച് പറയാം, സന്തോഷത്തിൽ അയാളെ കൊടുക്കാത്ത കോലത്തിൽ. ചിലപ്പോൾ നിങ്ങളങ്ങനെ പറഞ്ഞതായിരിക്കാം, ചിലപ്പോൾ ഉണ്ടാവാം, എനിക്കറിയലുണ്ടാവില്ല. എന്നായാലും എനിക്കിങ്ങനെ മനസ്സിലായതുകൊണ്ട് പറഞ്ഞതാട്ടോ. നിങ്ങളൊന്നും വിചാരിക്കരുത്. നന്മയാണെങ്കിൽ മാത്രം തിരിച്ചാൽ മതി, സത്യമാണെങ്കിൽ അതെന്നെ മതിട്ടോ എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തിൽ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും, എല്ലാവർക്കും മനസ്സിലാവും. അല്ലാതെ നമ്മൾ പരസ്യമായിട്ട് ജുമാക്ക് അല്ലെങ്കിൽ LCDയിലൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ അവസ്ഥ. അത് കണ്ടിട്ട് നമ്മൾ മോശം ചെയ്തിച്ചാൽ നമ്മളെ ഹൃദയത്തിനും അള്ളാഹ് എന്ത് ചെയ്യും? ശീല് വെക്കും. അല്ലാഹു തആല പറയാണ്, കദാലിക യുദില്ലുല്ലാഹു മൻ ഹുവ മുസ്രിഫുൻ മുർതാബ്. അങ്ങനെയുള്ള ആൾക്കാർ അല്ലാഹു വഴികേടിലാക്കും. എന്നിട്ട് പറയണം, അല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ലാഹി ബിഗൈരി സുൽത്താൻ, പ്രമാണമില്ലാതെ അത്താഹും അവരടുക്കൽ ഒരു വന്ന പ്രമാണമില്ലാതെ അവർ അല്ലാഹുവിന്റെ ആയത്തുകളിൽ തർക്കിക്കുന്നവർ. കബുറ മഖ്തൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അത് മഹാകോപാണ്, ക്രോധം, അല്ലാഹുവിന്റെ കോപം. വഇൻദല്ലദീന ആമനു, വിശ്വസിച്ചവരുടെ അടുക്കലും അവർക്ക് എന്താണ്? കോപാണ്. കദാലിക യത്ബഉല്ലാഹു അലാ കുല്ലി ഖൽബിൻ
മുതകബ്ബിരിൻ ജബ്ബാർ. ഇങ്ങനത്തെ ആൾക്കാരുടെ ഹൃദയത്തിന് അള്ളാഹ് എന്ത് വെക്കും? കദാലിക യസ്ബഉല്ലാഹ്, അള്ളാഹ് സീല് വെക്കും അലാ കുല്ലി ഖൽബിൻ, എല്ലാ ഹൃദയത്തിന് മേലും. മുതകബ്ബിരിൻ, അഹങ്കാരിയായ, അഹംഭാവിയായ. ജബ്ബാർ എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപതിയായ ഒരു അള്ളാഹുവിന്റെ ഗർവ്. ജബ്ബാർ അതാണ്. ജബ്ബാർ ആരാണ്? ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ എന്ന് വിളിച്ചു ചോദിക്കും. എവിടെ? മശ്ശറയിലെ വിളിയാണത്. ഐനൽ മുതകബ്ബിറൂൻ ഐനൽ ജബ്ബാറൂൻ. എവിടെ അഹങ്കാരികൾ, എവിടെ വലിയ വലിയ ഗർവ് തടിച്ചിരുന്ന ആൾക്കാരൊക്കെ എവിടെ എന്ന് ചോദിക്കുക. എല്ലാം പത്തി അടിക്കിങ്ങനെ ഉണ്ടാവുമ്പോ ചോദിക്കുന്നതാണ് അള്ളാഹു. അപ്പൊ അള്ളാഹ് പറയണേ, ഇത് തർക്കിച്ച് 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 ഈ സിഫത്തിലേക്ക് ആരെത്തും? നിങ്ങള് സ്വന്തം ഇജ്തിഹാദ് ചെയ്തൊക്കെയാൽ നിങ്ങൾക്ക് ഈ ആയത്ത് മനസ്സിലാവും. പേരെ പോയാൽ നല്ല നല്ല ആലിമീങ്ങള് വെറുതെ വെറുതെ അതിലൊക്കെ ഇടപെട്ടിട്ട് ഇപ്പൊ അവസാനം എന്തായി? എന്തും പറയുന്ന അവസ്ഥയ്ക്ക്, നല്ല ക്വാളിറ്റിയുള്ള ആലിമീങ്ങൾ എന്തും പറയുന്ന അവസ്ഥയ്ക്ക് എത്തി. ഒരു ആ പണിക്ക് നിന്നിട്ടാണ്. ഇതൊക്കെ ഓരോ സെക്ഷനായി മാറിയാണ്. എല്ലിന്, പല്ലിന് ഒക്കെ ഡോക്ടർമാരുണ്ടല്ലോ. എന്നമാതിരി ഇതിനായിട്ട് എന്ത്? ഇതിനായിട്ട് കുറച്ച് ആലിമീങ്ങൾ സംവാദത്തിനായിട്ട്. ഓലെപ്പോഴും നോക്കുന്നത് അതാണ്. ഓലെല്ലാ മാസികയും വായിക്കണം. എന്തിനാണ്? എന്തിനാണ്? ഇൽമുണ്ടാകാനല്ല. പിന്നെന്തിനാണ്? പാറിവായി മറ്റുള്ളവരെ തിരുത്തണം എന്നുള്ള ലക്ഷ്യത്തിലാണ് വായിക്കുന്നത്. സ്വന്തത്തിൽ എന്ത് അമൽ ചെയ്യാനാ കഴിയാം? ആ ഗ്രൂപ്പിനെ എങ്ങനെ തകർക്കാൻ പറ്റും? നമ്മളെ പണി തകർക്കലല്ല, പിന്നെന്താണ്? നമ്മളെ പണി ചേർത്ത് പിടിച്ചിട്ട് എന്താക്കലാണ്? പാറിവായി നന്നാക്കലാണ് നമ്മളെ പണി. പൊളിക്കലാരെ പണിയാണ്? നമ്മൾ പൊളിക്കാൻ വന്നതല്ല, നമ്മൾ ചേർത്ത് പിടിക്കാൻ വന്നതാണ്, നമ്മൾ നന്നാക്കാൻ വന്നതാണ്. അതുകൊണ്ട് ഇത് അതിൻ്റെ ഒക്കെ ആൾക്കാരുണ്ടാവും. ചിലർക്ക് ഖുർആൻ ആകെ കുറച്ചായത്തേ അറിയുള്ളൂ. അത് ഈ തർക്കത്തിൽ കേൾക്കണ ആയത്തുകൾ മാത്രം. ചിലരോട് മുണ്ടിയാൽ മതി, അപ്പെടുത്ത് 5-6 ആയത്തൊക്കെ ഒന്നായിട്ട് ഇങ്ങോട്ട് കൊട്ടും. അപ്പൊ നമ്മൾ വിചാരിച്ചത് ഒന്നായിട്ട് ഇപ്പം ഭയങ്കര പണ്ഡിതനാണ്. കുറച്ചുകൂടെ ചോദിച്ചു നോക്കിയാൽ പിന്നെ ബാക്കി വന്നാലും അറിയില്ലാവില്ല. ആയത്തിന്റെ ബാക്കിൽ എന്താണുള്ളത്, എന്ത് സംഭവത്തിനാണ് അത് പറയുന്നത് വെച്ചാൽ അതൊന്നും അറിയില്ല. ഓനത് മാത്രമായിട്ട് കാണാൻ പറ്റും. സാധാരണക്കാർ ധൈര്യം ആരം കൊണ്ട് നടക്കുക, എന്നിട്ട് മറ്റൊന്ന് തകർക്കുക, പിന്നെ പൊട്ടിക്കുക, അതൊക്കെ ക്യാവായി. അതുകൊണ്ടാ അങ്ങനത്തെ ആൾക്കാരെ കദാലിക യത്ബഉല്ലാഹു അലാ കുല്ലി ഖൽബിൻ മുതകബ്ബിരിൻ ജബ്ബാർ. ഈ അഹങ്കാരിയും ഗർവം നടിക്കുന്നവനുമായ എല്ലാ ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ മേലും അള്ളാഹ് എന്ത് ഇതിന് സീല് വെക്കുന്നുണ്ട്. പിന്നെ ഒന്നും നന്നാവൂല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇതാ നമ്മളെ നാട്ടിലൊക്കെ ഇതിങ്ങനെ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും വേറെ പ്രശ്നങ്ങൾ വെറുതെ എല്ലാ പെരുന്നാളിനും എല്ലാ റമദാനിനും എല്ലാ സമയത്തും ഒരു വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊടുക്കുക. ചെറിയ 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 കാര്യങ്ങളേക്കും അതായത് കണ്ണുമ്പിയാൽ മതി, അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. അത് കിട്ടൂല, അതിന് ചെറുങ്ങട്ട്, അതിനങ്ങട്ട്, അതിനിങ്ങട്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ പ്രശ്നം. അതുകൊണ്ട് അത് ആലോചിക്കാം. അതിനർത്ഥം അതൊന്നും പറയേണ്ടെന്നല്ല, ഒക്കെ മാന്യമായി പറഞ്ഞാൽ എന്തില്ല, ഒരു കുഴപ്പമില്ല. സതുദ്ദേശത്തോടു കൂടി അദ്ദീൻ വൻ നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. ആൾക്കാരോട് ഗുണകാംക്ഷയോട് കൂടി പറയാം, മാന്യമായി ചെയ്യും. മൗലാന യൂസുഫ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയായിരുന്നു, ഖുലിൽ ഹഖ വഇൻ കാന മുറ. ഒരു ഹദീസുണ്ട്, എല്ലാവർക്കും അറിയാൻ മതിയാവും. ശരി, ദീനായിട്ട് അച്ഛനുള്ളവർക്കൊക്കെ അറിയാം. ഖുലിൽ ഹഖ വഇൻ കാന മുറ. നിങ്ങൾ ഹക്ക് പറയണം, നിങ്ങൾക്ക് കയ്പുള്ളതാണെങ്കിലും ശരി, കഴിച്ചാലും ശരി. എന്ത് പറയണം? ഹക്ക് പറയണം. എന്താ അതിന്റെ അർത്ഥം? എന്താ നിങ്ങൾ പറയും? നിങ്ങൾ മനസ്സിലാക്കി എന്താണ് അതിന്? ഖുലിൽ ഹഖ വഇൻ കാന മുറ. കയ്പാണെങ്കിലും ശരി, നിങ്ങൾ എന്ത് പറയണം? ഹക്ക് പറയണം. അതിനെന്താ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞിരിക്കും. നമ്മൾ മനസ്സിലാക്കിയതായിരിക്കും, ഒരാളോട് ഒരു എന്തെങ്കിലും ഒരു കാര്യം കണ്ട ഹക്കട് പറയണം. ഞാൻ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇല്ല, അങ്ങനല്ല നിങ്ങൾ മനസ്സിലാക്കിയേ? അങ്ങനല്ലേ? ഖുലിൽ ഹഖ വഇൻ കാന മുറ. ഹക്കട് പറയണം, അയാൾക്ക് കയ്പായാലും കുഴപ്പമൊന്നുമില്ല. അതാണ് മൗലാന യൂസുഫ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഹക്ക് പറയണം, പറയുന്ന ആൾക്ക് കഴിച്ചാലും ശരിയെന്ന്. ഹക്ക് പറയണം, പറയുന്ന ആൾക്ക് കഴിച്ചാലും ശരിയെന്ന്. എന്താണ് അതിനോട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇപ്പൊ ഒരാള് പള്ളിയിൽ അയാളുടെ തുണി കണങ്കാലിന് താഴെ തൂങ്ങി നിൽക്കുന്നുണ്ട്, എന്നുവെച്ചാൽ നിലത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പം അത് ഒരു ശരിയായ കാര്യമല്ല. അപ്പൊ അയാളോട് അത് പറയണം.
അത് പറയണ സെഫ് നിൽക്കുമോ ഉയരുത്താം എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അത് പോരാ. അത് അയാൾക്കാണ് കയ്പുണ്ടാകുക. ആർക്ക് വൈ ആ കേൾക്കണ ആ പാവം ആ മനുഷ്യന് അയാൾ ആളുടെ എന്തായി ഒരു മോശക്കാരനാക്കി. ഓന്റെ അഭിമാനത്തിന്റെ മേൽ കുത്തി. അപ്പൊ നമ്മൾ പറയാറുണ്ട് നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ അയാൾ പെരും സുന്നത്ത് നിസ്കാരം ഞമ്മക്കാണ് പോകും വേണം. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഒരു സഹോദരനാണ് അയാളോട് ഉണർത്താം എന്ന് വിചാരിച്ച്. അപ്പൊ അയാളെ സുന്നത്ത് നിസ്കാരമൊക്കെ കയ്യിനെതിരെ നിൽക്കണം. അത് ആർക്ക് കയ്പാണ്? ഞമ്മ കയ്പാണ്. എന്നിട്ട് നമ്മൾ പോയി പതുക്കെ അയാളെ വിളിച്ച് തുണിയാണ് നമ്മൾ വിചാരിക്കാതെ അറിയാതെ തന്നു, ബെൽറ്റൊന്നും ഇപ്പോഴത്തെ ആൾക്കാരൊന്നും കെട്ടൂല, അറിയാതായി പോകുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ തന്നെ അയാൾ പൊന്തിച്ച് വളരെ നന്നായി എന്നൊക്കെ പറയും. നേരെ പൊന്തിക്ക് നമ്മളെ തുണി അത് ഹൊയല എന്ന് ഹദീസിലുണ്ട് എന്നൊക്കെ പറയും. എന്ത് അല്ലാഹു തആല മൻ ജറ സൗബഹു ഹൊയല അഹങ്കാരത്തോട് കൂടി ഞാൻ അഹങ്കാരിയാണോ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ള് പിന്നെന്തേക്കും പറയുവായി വാദപ്രതിവാദയിക്കും. അഹങ്കാരത്തോട് കൂടി താത്തിയാൽ എന്നാ പറഞ്ഞേ. ഞാൻ അഹങ്കാരത്തോടു കൂടി അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിച്ചിട്ട് അതിനായി കച്ചറയും പുൽമാല കഴിക്കും. സത്യത്തിൽ അതിന്റെ മേൽ വേറെ അഹങ്കാരമൊക്കെ ഉണ്ടാവും. അതായത് നമ്മളത് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ വലിയൊരു ആലിം, ഒരു മുഫ്തി സാഹിബ്, വലിയ മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം ഒരു യാത്രയിൽ ഒരു ആലിമ് ഖുർആൻ ഓതി നിസ്കാരത്തിൽ. അപ്പൊ അതിലൊരു തജ്വീദിന്റെ ചെറിയൊരു നിയമപ്രശ്നം ഉണ്ടായി. അപ്പം അദ്ദേഹം സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇങ്ങനെ നോക്കുന്നു. വലിയ ആലിമാണ് ഇദ്ദേഹം, എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം പള്ളിയിലുണ്ട്. മുസാഫായാനും കൂടി ഇമാമിന് ധൈര്യമില്ലാത്തതുകൊണ്ട് പോയില്ല. അങ്ങനത്തെ ആളാണ്. അപ്പൊ അയാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഇമാമിനോട് രണ്ടാൾക്കാർ സംസാരിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ചുരുക്കങ്ങളോട് ചെറിയ കാര്യം പറയണ്ടായിരുന്നു. അങ്ങനെ അയാൾ എന്നാ പറഞ്ഞോളി പറഞ്ഞു. അപ്പൊ അയാൾ റൂമിന്റെ ഉള്ളിൽ കൊണ്ടുപോയി. അയാൾ റൂമിൽ റൂമിന്റെ വാതിൽ അടച്ചു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ആ ഭാഗത്ത് ഇങ്ങനെയാണുള്ളത്, എനിക്ക് നിങ്ങൾ ഓതി കേട്ടത് തെറ്റാണോ എന്നറിയില്ല, ഇങ്ങനെയാണ് അതുള്ളത് എന്ന് പറഞ്ഞിട്ട് മുസാഫൊക്കെ ചെയ്ത് മോഹനൊക്കെ ചെയ്ത് പോയി. വലിയ തിരക്കുള്ള ആളാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഞാൻ എന്റെ ജീവിതം പഠിച്ചു, ഒരു മനുഷ്യനോട് എങ്ങനെ തിരുത്തണമെന്ന് എനിക്ക് അദ്ദേഹം പഠിപ്പിച്ചു നിന്ന് പോയി. എനിക്കെന്നോട് പള്ളിയിൽ ആ മൂലയ്ക്ക് മാറ്റിയാൽ മതിയായിരുന്നു. പക്ഷേ അത് അദ്ദേഹത്തിന്റെ മൗമൂമികളുടെ ഇടയിൽ ആരെങ്കിലും കേൾക്കുകയോ മറ്റോ ചെയ്താൽ അദ്ദേഹത്തിൽ എഴുത്തിമാത് നഷ്ടപ്പെടുന്നു പറഞ്ഞു. എന്ത് നഷ്ടപ്പെടുന്നു? എഴുത്തിമാത്, ആസ്വദിക്കൽ. ഞങ്ങളെ ഇമാമിനൊത്തിനും പറ്റൂല എന്നുള്ള മനസ്സിലാവസ്ഥയിൽ ആരെത്തും? നാട്ടുകാരെത്തും. അതുകൊണ്ട് ഇമാം മൗമൂമികളുടെ ഇടയിൽ ഇമാമിനെ തിരുത്താൻ പാടില്ല. എന്നെ വാതിലടച്ചിട്ടാണ് തിരുത്തിയത്. വലിയ മഹാനായ ഒരു ആലിമാണ് ഈ പണി ചെയ്തത്. ഇതിന്റെ പേരാണ് അദ്ദീനു അന്നസീഹ എന്ന്. അതുകൊണ്ട് നമ്മൾ ആളെ തിരുത്തലല്ല, തിരുത്തലോട് കൂടി നമ്മൾ ആളാവലുമല്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞ്? തിരുത്തലോട് കൂടി ചിലപ്പോൾ നമ്മളെന്താവും, ആ തുണി ഒന്ന് കയറ്റി കളി എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിസൾട്ട് വഴി ഇല്ലല്ല വഴി ഇല്ല. തുണി താന്നാലും കുഴപ്പമില്ല. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് എന്താക്കാൻ പാടില്ല, പൊട്ടിക്കാൻ പാടില്ല. അത് വളരെ മാന്യമായിട്ട് അയാളോട് പതുക്കെ പറഞ്ഞാൽ മതി. മനസ്സിലായ വഴി തർക്കിക്കരുത് എന്നർത്ഥം. അങ്ങനെ ആയാൽ ഹൃദയത്തിന് എന്ത് വെക്കും? സീല് വെക്കും. യാ റബ്ബ്, പോരെ? മതിയില്ലേ? കഴിഞ്ഞ് പിന്നെ പോരെ? ഞാൻ ആമാനൊക്കെയാണ്, ഫിറോനും ആമാനൊക്കെ ആണോ? നിങ്ങളൊന്നും പറയില്ല. വന്നതിന് മുതലായില്ല എന്ന് പറഞ്ഞേ. ബിസ്മില്ലാ. വഖാല ഫിർഔനു, ഫിറഔൻ പറഞ്ഞു, യാ ഹാമാനു, ഏ ഹാമാനെ. നല്ല പേരാണൊക്കെ അല്ലേ? യാ ഹാമാൻ. പക്ഷേ മനുഷ്യന്മാരിട്ടൂലല്ലോ. വലിയ വലിയ ആൾക്കാരെ പോലെ. ഫിറൗൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആളാണ്. അന്ന് റബ്ബുക്കുമുലാല പറഞ്ഞാണ്. പക്ഷെ ഒരൊറ്റ കുട്ടിക്ക് ഭൂമിയിൽ എന്ത് പേരില്ല? നിരീശ്വരവാദിന്റെ കുട്ടിക്കും കൂടി പേരില്ല. എന്ത്? ഫിറൗന്. ഹാമാന് പേരില്ല. പക്ഷെ ബിലാലിന് പേരുണ്ട്. റളിയല്ലാഹു അൻഹു. അജീബ്. വഖാല ഫിർഔനു യാ ഹാമാനു, ഏ ഹാമാനെ, ഇബ്നു ലി എന്ന് പറഞ്ഞാൽ നീ എന്റെ മോനാണെന്ന് അല്ലേ? എങ്ങനെ വഴി? നിങ്ങൾ നോക്കി ഖുറാനിലല്ലേ? ഖുറാൻ ഞാൻ മനസ്സിലാവില്ല. ഖുറാൻ ഉള്ളവർ നോക്കി. യാ ഹാമാനു ഇബ്നു ലി, ലീ എന്റെ മോനെ ആയ ഹാമാനെ. അങ്ങനെ
ഇബ്നു എന്ന് കേട്ടോടത്ത് എല്ലായിടത്തും മോനെന്ന് വെച്ചേക്കരുത്. ഇബ്നിലി എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി നിർമ്മിക്കുക. ബിനാ ഇബ്നുലി യാ ഹാമാൻ ഇബ്നിലി, എനിക്ക് വേണ്ടി നീ നിർമ്മിക്കുക ഹാമാനെ. സർഹൻ, ഒരു സൗധം, ഒരു ഗോപുരം ഉണ്ടാക്കുക. ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ്, ഞാൻ ആ മാർഗങ്ങളിൽ എത്തുന്നവനായേക്കാം. അസ്ബാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാരണങ്ങൾ, സബബിന്റെ ബഹുവചനാണെന്ത്? അസ്ബാബ്. ഇവിടെ മാർഗങ്ങൾ എന്നർത്ഥം. അസ്ബാബ് സമാവാത്ത്, ആകാശങ്ങളിലേക്കുള്ള മാർഗങ്ങൾ. ഇലാഹി മൂസ, അങ്ങനെ വലിയൊരു സൗദ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അതിന്റെ മുകളിൽ കയറിയിട്ട് മൂസന്റെ ഇലാഹിന് എന്ത് ചെയ്യും? ഞാൻ കാണും. ഫത്തലിയ, തുലൂ എന്ന് പറഞ്ഞാൽ വെളിവാകുക. തുലൂ ശംസ് കേട്ടില്ലെങ്കിൽ തുലൂ അൽ ഫജ്ർ ഹത്താ മത്ലഇ ഫജ്ർ എന്നൊക്കെ പറഞ്ഞേ. ഫത്തലിയ ഇലാ ഇലാഹി മൂസ, മൂസ നബിന്റെ ഇലാഹിനെ ഞാൻ എന്ത് ചെയ്യും? പ്രത്യക്ഷപ്പെടും, ഞാൻ കാണും. വഇന്നി ലഅظുന്നുഹു കാദിബ, മൂസ ഒരു കള്ളനായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? വകദാലിക ദുയ്യിന ലിഫിർഔന, ഫിർഔന അല്ലാഹു ഇപ്രകാരം അലങ്കാരമാക്കി കൊടുത്തു. സൂഉ അമലിഹി, അവന്റെ മോശമായ പ്രവർത്തനങ്ങളെ എന്താക്കി കൊടുത്തു? ഭംഗിയാക്കി കൊടുത്തു. വസുദ്ദ അനിസ് സബീൽ, നേരായ മാർഗത്തിൽ നിന്ന് അവനെ മാറ്റിക്കളയും, തടുക്കുകയും ചെയ്തു. പിന്നെ വമാ കൈദു ഫിർഔന, ഫിർഔന്റെ കുതന്ത്രമല്ല ഇല്ലാ ഫീ തബാബ്, എന്താണ്? പരാജയത്തിലല്ലാതെ, നാശത്തിലല്ലാതെ, നഷ്ടത്തിലല്ലാതെ. ഫിർഔൻ പറയണം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ അള്ളാന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു വെല്ലുവിളി. ഇതാണ് ഈ മറ്റേ തർക്കട് വന്ന ഇതല്ല ഡയലോഗൊക്കെ വരും. ഫിറൗൻ പറഞ്ഞു, എന്ത്? യാ ഹാമാൻ ഇബ്നിലി സർഹ, എനിക്ക് വേണ്ടി ഒരു ഗോപുരം ഉണ്ടാക്കുക. ഒരു വലിയ മന്ത്രിയാണ് ആര്? ഹാമാനോട് ഉണ്ടാക്കാൻ വേണ്ടി പറയാം, ഒരു വലിയൊരു ഉണ്ടാക്ക്. എന്ത്? യാ ഹാമാൻ ഇബ്നിലി സർഹ, പിന്നെ ലഅല്ലി അബ്ലുഗൽ അസ്ബാബ്, ഞാൻ അതിന്റെ മുകളിൽ കയറി മാർഗങ്ങൾ ഉണ്ടാക്കി എത്തിക്കുന്നവനായേക്കാം. അസ്ബാബ് സമാവാതി, ആകാശങ്ങളിലേക്കുള്ള മാർഗങ്ങൾ. ഫഅസ്തലിയ ഇലാ ഇലാഹി മൂസ, മൂസയുടെ ഇലാഹിനെ ഞാൻ അങ്ങനെ എന്ത് ചെയ്യും? കാണും, നോക്കും. വഇന്നി ലഅظുന്നുഹു കാദിബ, അദ്ദേഹം മൂസ അലൈഹിസ്സലാം കള്ളനാണെന്ന് ഞാൻ വിചാരിക്കും. എന്നിട്ട് ആമാനോട് വലിയ കെട്ടിടം ഉണ്ടാക്കാൻ പറയാണ്. ആര്? അള്ളാഹിനോട് എന്ത് ചെയ്യാന്? നേരിടാന്. നട്ടിങ്ങോട്ട് അഹങ്കാരം മൂത്തിട്ട് ഉണ്ടാകുന്ന ഒരു തരം വർത്താനാണത്. ഇത് കെട്ടിടം ഉണ്ടാക്കുക, അതിന്റെ മുകളിൽ കയറിയിട്ട് ഞാൻ മൂസന്റെ ഇലാഹ് വെച്ചൊന്ന് കാണട്ടെ ഞാൻ എന്നൊക്കെ. വഇന്നി ലഅظുന്നുഹു കാദിബ, അദ്ദേഹം കള്ളനാണെന്ന് ഞാൻ വിചാരിക്കും. ആരെ പറ്റേക്ക് പറയുന്നത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. വകദാലിക, അപ്രകാരം തന്നെ, സുയ്യിന ലിഫിർഔന, ഫിറൗൻ അതെന്താക്കി കൊടുത്തു? അലങ്കാരാക്കി. ഈ ദുനിയാവിൽ തെറ്റ് ചെയ്യുന്നവർക്കൊക്കെ അവരോട് പറഞ്ഞാൽ മനസ്സിലാവാത്തതിന്റെ കാരണം എന്താ അറിയോ? അത് അള്ളാഹു അവർക്ക് എന്താക്കി കൊടുക്കാണ്? ശരിയാണ്, അലങ്കാരാണ് എന്നാക്കി കൊടുക്കാൻ. ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞപ്പം നിങ്ങൾ മുണ്ടാതൊന്ന് ഇത്ര നേരം പറഞ്ഞപ്പം എന്തുകൊണ്ടാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യമൊക്കെ ഇനിയിപ്പോ ഈ പരിപാടിയൊക്കെ നടത്തുന്ന ആളോട് ഞാൻ പത്ത് പോയി പറഞ്ഞാൽ ഓലിന്നെ കൊല്ലും. അമ്മ ഇത് ആയത്തൊക്കെ എന്റെ തലയിൽ കൂടി കാലുമെടുക്ക് വലിച്ചെറി, അങ്ങനല്ലേ എങ്ങനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയണ്ടാവും. ഇത് അഹ്സൻ, പ്രതിരോധിക്കണം എന്നല്ല പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയും. മനസ്സിലായി? കാരണം എന്താണ്? ഓര് ചെയ്യുന്നത് എന്താക്കി കൊടുക്കാണ്? എല്ലാവരും ചെയ്യുന്നത്. അതുകൊണ്ടാണ് തിന്മ ചെയ്യുന്നവർക്ക് ഓൽക്കുന്ന എത്ര പറഞ്ഞിട്ട് എന്താ മനസ്സിലാവാത്തത്, എന്താ ഈ ആൾക്കാർക്ക് ഇങ്ങനെ മനസ്സിലാക്കുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചോദിക്കലുണ്ട്. ആ ഉസ്താദ് പോയില്ലെങ്കിൽ ഞാനും നരകത്ത് പോയിക്കോളാം എന്നൊക്കെ പറയും ആൾക്കാർ. ആ ഉസ്താദ് അങ്ങനെ പറയണമെങ്കിൽ, ഉസ്താദ് ഇങ്ങനെ പറയണമെങ്കിൽ, മഹാപൊട്ടത്തര ഉസ്താദ് പറഞ്ഞാലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യൻ നിൽക്കുമ്പോൾ നമ്മൾ ഈ ചങ്ങായിമാർ തലച്ചോറൊന്നുമില്ലേ? തലച്ചോറില്ലാഞ്ഞിട്ടല്ല. കദാലിക സുയ്യിന ലഹും അഅ്മാലുഹും, അവരെ അമലുകൾ അല്ലാഹു അവർക്ക് എന്താക്കി കൊടുക്കാന്? അത് ഭയങ്കര അലങ്കാരമായിട്ട് നല്ലതാണെന്ന് തോന്നിയിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മളിവിടെ പുറത്തു നോക്കുന്നോണ്ടാണ് നമുക്ക് എന്ത് തോന്നാത്തേ? പറയുവായി
നല്ലതാണെന്ന് തോന്നാത്തത്. അതുകൊണ്ട് നമ്മളത് ചെയ്യണില്ല. നമ്മളും ആ സംഘത്തിലാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് തോന്നും. ഉണ്ടാവില്ലേ വൈ? ഉണ്ടാവില്ലേ? അവരവരെ ടീമിൽ ഒരു ടീം ഇങ്ങനെ കളിച്ചുകൊടുക്കാൻ, ഫുട്ബോൾ കളിച്ചുകൊടുക്കുകയാണെങ്കിൽ പെനാൽറ്റി പോസ്റ്റിന് അടുത്തൊക്കെ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പോകണാൻ ഓനോട് പാസ് ചെയ്തിട്ടുണ്ടാവും, ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല, ഓരടി എടുക്കുക അടിക്കണ്ടാവും, പോസ്റ്റ് പോടാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ അടിക്കണ്ടാവും. അപ്പൊ ഗാലറി കിടന്ന് പൂരിലും ചീത്താറുണ്ടാവും. ആര് വഴി കളി കാണുന്നവർ. കാരണം കളി കാണുന്നവന് പറയാം ഓൻ എന്തിലല്ലേ, ഓ ഗ്രൗണ്ടിലല്ലേ, ഇവന്റെ കളിയോ അള്ളാഹു അലങ്കാരാക്കി കൊടുത്തേക്കാൻ. അങ്ങനെ മനുഷ്യർക്ക് ഫിറോവിന് വരെ അവന്റെ ഈ പ്രവൃത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇത് അള്ള പറയാണ്, എന്നെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവന് സൗദം കെട്ടണ ഈ ചെങ്ങായിനെ പറ്റി ആര് പറയാണ്? അള്ളാഹു കദാലിക ദുയ്യിന ലിഫിറഔന സൂഉ അമലി, അവന്റെ മോശമായ ദുശ്ചൈതികളെ, ദുഷ്കർമ്മങ്ങളെ അള്ളാഹു അവൻക്ക് എന്താക്കി കൊടുത്തു? അലങ്കാരാക്കി, നല്ലതാക്കി കൊടുത്തു. മനസ്സിലായില്ലേ? പിന്നെ വസുദ്ദ അനിസ്സബീൽ, മാർഗത്തിൽ നിന്ന് എന്ത് ചെയ്യാ? തടയുക. നന്മയായ നേരായ മാർഗത്തിൽ നിന്ന് തടയുക. അതൊക്കെ ഓനക്ക് നന്നാക്കി കൊടുത്തു. ആര്? അല്ലാഹു തആല. അതുകൊണ്ട് തന്നെ എത്രയോ ആൾക്കാരെ പിന്നെ പ്രബോധനത്തിന്റെ വഴി തടസ്സം നിൽക്കണവരൊക്കെ നല്ല അമലാന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിന് തടസ്സം നിൽക്കണേ ആണോ അല്ല വൈ? നല്ല അമലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടാണ് സാധുക്കളത് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആൾക്കാരങ്ങനെ ചെയ്യും. നമ്മളൊരു ഉമർ പാൽമൂർ റഹ്മത്തുള്ളാഹിനെ അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കുമാറാവട്ടെ. അദ്ദേഹം വളരെ നല്ല വാക്കുകൾ പറയുന്നു. അദ്ദേഹം പറയും മുഹിബ്ബീൻ നസ്റാത്ത് എന്നാണ് പറയല്. ഈ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചൊല്ലിയൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നബിതങ്ങളോട് ഭയങ്കര മഹബത്ത് പാടി പറഞ്ഞ് പ്രസംഗിച്ചൊക്കെ നടക്കുന്ന ആൾക്കാർ, അവരെ പറ്റി അദ്ദേഹം പറയും മുഹിബ്ബീൻ നസ്റാത്ത് എന്നാണ്. हमारे मुहिब्बीन हजरात हमें गाली दे रहा है, धक्का दे रहा है, मारपिटाई हो रहा है, നമ്മളെ ചീത്തറിയുണ്ട്, നമ്മളെ തള്ളുണ്ട്, നമ്മളെ ഉപദ്രവിക്കുന്നുണ്ട്. ഹുസൂർ की मोहब्बत की वजह से, നബിതങ്ങൾ സാധനങ്ങളോടുള്ള മഹബത്തിന്റെ പേരിലാണ് ഓല അതൊക്കെ ചെയ്യുന്നത്. കാരണം ഓൽക്കാരോ പറഞ്ഞെടുത്താണ് ഓല അത്തയ്യത്തിൽ അത് ഓർക്കും, ഒരു നബിതങ്ങളോട് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഐറ്റങ്ങൾക്ക് നബിതങ്ങളെ അങ്ങനെ ഓർക്കണോ, ആ മുക്കണാണോ വരുന്ന വെച്ചിട്ടാണ് ഓരെന്ത് ചെയ്യുന്നത്? ഈ പാവ ആൾക്കാർ എതിർക്കുന്നതായിട്ട് അങ്ങനെ നബിതങ്ങളോടുള്ള മഹബത്തിന്റെ പേരിൽ എതിർക്കാണ്. ഹം ഉൻക മാർപിട്ടായി ധക്ക ദേന സബ് ബർദാഷ് കർത്ത ഹേ ഹുസൂർ की मोहब्बत की वजह से. ഓര് ഉപദ്രവിക്കുന്നതും, ഓര് നമ്മളെ ചീത്ത പറയുന്നതും, ഓല് നമ്മളെ വലിച്ചെറിയുന്നതും, ഓല് നമ്മളെ കുറ്റം പറയുന്നതൊക്കെ നമ്മൾ സഹിക്കുന്നതും ആർക്ക് വേണ്ടിയിട്ടാണ്? നബിതങ്ങളുടെ ആശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കബി അല്ലാഹ് ദോനോं की जन्नत में दाखिल करेगा. ഒരു പക്ഷെ അള്ളാഹു രണ്ടാൾക്കാരെ എന്താക്കാം? സ്വർഗത്തില. കാരണം ഓല് നബിതങ്ങളുടെ തങ്ങളുടെ ഇഷ്ടത്തിന്റെ പേരിലാണ് നമ്മൾ എറിയണോ, ഉപദ്രവിക്കണോ, ചീത്ത പറഞ്ഞോ, ഇവിടെ പറ്റൂല എന്നൊക്കെ പറയുന്നത്. നമ്മൾ സഹിക്കണോ എന്തിന്റെ പേരിലാണ്? അള്ളാന്റെ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടാണോ ഓല ചീത്തർച്ചിലും ഒക്കെ സഹിക്കുന്നത്. അപ്പൊ അള്ളാഹുത്തെ രണ്ടു കൂട്ടരും ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? അള്ളാഹിനോടുള്ള മഹബത്തിന്റെ പേരിലാണ്. അതുകൊണ്ട് രണ്ടുപേരും അള്ളാഹു സ്വർഗത്തിലാക്കും. ഇങ്ങനെ ചിന്തിക്കാനാണ് നമ്മളോട് മക്കളും നമ്മളോട് പറഞ്ഞത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലുണ്ടോ? അതുകൊണ്ട് അവർക്ക് നല്ല അമലായിട്ട് തോന്നിയോണ്ടാണ് ഓല് എന്ത് ചെയ്യുന്നത്. അല്ലാണ്ട് ഓല് ദീന്റെ ശത്രുക്കളൊന്നുമല്ല. ഇവിടെ പറ്റൂല, ഇവിടെ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഓല് മനസ്സിലാക്കി വെച്ചത് ഒരു ദീനെ നശിപ്പിക്കാൻ വന്ന ഒരു ഗ്രൂപ്പാണിത് എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓര് പറഞ്ഞത്. അതുകൊണ്ട് ഓർക്കത് നല്ലതായിട്ട് തോന്നിപ്പിച്ചു കൊടുത്തു. ഓരോ നല്ലതായിട്ട് ചെയ്യാണ്. പിന്നെ ഒമാ കൈദു ഫിറഔന ഇല്ലാ ഫീ തബാബ്. ഒമാ കൈദു ഫിറഔൻ, ഫിറഔന്റെ കുതന്ത്രം. കൈദ് എന്ന് പറഞ്ഞാൽ കൈദല്ല, നമ്മളെ കൈദു എന്ന് പറഞ്ഞാൽ അലം നജഅൽ കൈദഹും ഫീ തളീം ഇന്നഹും യകീദൂന കൈദൻ വഅകീദു കൈദ എന്നൊക്കെ പറഞ്ഞ ആ കൈദാണ്. തന്ത്രം, കുതന്ത്രം. അത് പരാജയത്തിലാണ്, അത് നഷ്ടപ്പെട്ടു പോയതാണ്. എന്ന് വെച്ചാൽ ഫിറഔൻ സത്യത്തിൽ അങ്ങനെ ഹാമാനോട് ഒരു യാഥാർത്ഥ്യമായിട്ടൊരു സൗദം ഉണ്ടാക്കാൻ പറഞ്ഞതല്ല, യാഥാർത്ഥ്യത്തിൽ ഒരു സൗദം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതാണ് പറഞ്ഞത് ഒമാ കൈദു ഫിറഔൻ എന്ന് പറഞ്ഞത്. ഫിറഔൻ എന്താക്കിയതാണ്? ഒരു പൊട്ടീസാക്കാൻ വേണ്ടിയിട്ട് ഒരു അങ്ങനെയുള്ളവല്ലോ, ഈ വലിയൊരു കെട്ടിടമൊക്കെ ഉണ്ടാക്ക്, എന്നിട്ട് നമുക്ക് മൂപ്പരെന്താക്കാം, അവിടെ ശരിയാക്കാം, മുകളിലോട്ട് കയറിയിട്ട് അത് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ മാതിരി. അല്ലാണ്ട് ആമാനൊക്കെ രാവിലെ പോയി കല്ലും കട്ടയൊക്കെ എടുത്ത് കെട്ടിടമൊന്നും ഉണ്ടാക്കാൻ ഒന്നുമില്ല. അത് ഒമാ കൈദു ഫിറഔൻ, ഫിറൗന്റെ ഒരു തന്ത്രമാണ്. ഈ
പൊളിറ്റീഷ്യന്മാരിലൊക്കെ പല തന്ത്രങ്ങളുണ്ടാവുമല്ലോ. ഒരു വലിയ വലിയ സംഗതികൾ ഉണ്ടാക്കും, വലിയ വലിയ സംഗതികൾ ഇല്ലാതാക്കും. അതൊക്കെ മനുഷ്യന്റെ വായും ഭയങ്കര സാമർത്ഥ്യം വേണ്ടി ആട്ടുമുട്ടൊക്കെ മറിക്കും. ഇതേപോലെ ഫിറൗന്റെ ഒരു തന്ത്രമായിരുന്നത്. ഈ വലിയൊരു കെട്ടിടമൊക്കെ ഉണ്ടാക്കി നമുക്ക് കൊണ്ട് ശരിയാക്കി കളയാം എന്നൊക്കെ പറഞ്ഞ പോലെ. അതാണ്, അല്ലാണ്ട് ഒരു യാഥാർത്ഥ്യത്തിൽ എന്തുണ്ടാക്കിയതല്ല, ഒരു കൊട്ടാരം അല്ലെങ്കിൽ അതൊരു സൗധം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അള്ളാഹ് നമ്മളൊന്ന് കബൂലാക്കട്ടെ.